بسم الله الرحمن الرحيم ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. അങ്ങനെ ചിറാജുകൂട്ടത്തിലെ ഒരു വാർത്ത വരികയാണ്. ഇവിടെ നബിയുടെ സലഫി കോളേജിലെ വെച്ച് ഞങ്ങൾ ഒരു ചർച്ച നടന്നുണ്ടോ? എന്തായാലും ആ പാത്രത്തിൽ എന്തായിരുന്നു ഒരു മഞ്ഞക്കുളം സലഫി മസ്ജിദിലെ ഇമാം ഹിദായത്തുള്ള മദനി എന്ന മൗലവി അവിടെയുള്ളൊരു ചെറുപ്പക്കാരനെ മുജാഹിദിലേക്ക് ക്ഷണിച്ചപ്പോൾ എതിർച്ചയാ ഞാനും അവിടെ ആ ചർച്ചയിൽ അയാളുടെ വീട്ടിൽ പങ്കെടുക്കേണ്ടി വന്നു. അപ്പൊ ഞങ്ങൾ 5 ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഈ സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ഇത് ഗഹനമായ വിഷയമാണെന്നും കിതാബുകളൊക്കെ നോക്കണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ എൻ്റെ പ്രസക്തമായ ചോദ്യത്തിൻ്റെ തെളിവുകൾ, അഥവാ ഇമാമിങ്ങൾ ഇസ്തിഹാസ ചെയ്തവരാണ്, അവരെ നിങ്ങൾ ഇമാമിങ്ങളും മഹത്തുക്കളും ആക്കി പറയുന്നുമുണ്ട്, അവരുടെ വാക്കുകളും ഗ്രന്ഥങ്ങളും തെളിവായി ഉദ്ധരിക്കുന്നുമുണ്ട്. ആ ഇമാമിങ്ങളായ നബി ഇമാം അസ്കലാനി ഇമാമിനെ പോലുള്ള ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം പരാമർശങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ശിർക്കും കുഫറുമാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് ധാരാളം ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികൾ ഞാൻ അവിടെ വെച്ച് തന്നെ സ്ഥാപിച്ചു. അപ്പോൾ ഇത് ഗ്രന്ഥങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു. തൽക്കാലം അയാൾ അവിടെ ചർച്ച അവസാനിപ്പിക്കുകയും പിന്നീട് പഠിച്ചു മറുപടി പറയാമെന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും 20 ദിവസത്തിന് ശേഷം ജാമിയ സലഫിയ അറബിക് കോളേജിൽ തന്നെ അവിടെ ഗ്രന്ഥങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു അവിടെ കിതാബുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ച് ഞങ്ങൾ അവിടുന്ന് ആ ഹിദായത്തുള്ള മദനിയും വേറൊരു മൗലവിയും ചേർന്ന്, അവിടെ 2 മൗലവിമാർ വേറെ ഉണ്ടായിരുന്നു, അവരുമായി ചേർന്ന് സംസാരിക്കുകയും അന്ന് ആദ്യം പറഞ്ഞതിനേക്കാൾ വളരെ എളുപ്പത്തിൽ അവര് ഇതൊന്നും ഞങ്ങൾക്കറിയില്ല, അതെ ഇത് ഞാൻ കുറെ വിഷയങ്ങൾ അവർക്ക് അവതരിപ്പിച്ചപ്പോൾ അതൊരു പ്രശ്നമാണ്, അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന് വല്ല മറുപടിയും നിങ്ങൾക്ക് തരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഉത്തരമില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അതായത് ഇംഗ്ലീഷാണ് പറഞ്ഞു, വി ഹാവ് നോ ആൻസർ, യു ക്യാൻ ഗോ. അങ്ങനെ അവിടുന്ന് തിരിഞ്ഞു. പിന്നീട് ഈ ഹിദായത്തുള്ള മൗലവി തന്നെ ഉത്തരം കിട്ടി എന്ന് പറഞ്ഞു എന്നെ ആളെ വിടുകയും അയാൾ തന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അയാൾ പെട്ടെന്ന്, ഞാൻ ക്ലാസ്സിലുള്ളപ്പോൾ വിളിച്ച് പെട്ടെന്ന് വരണം, ഞങ്ങളുടെ മൗലവി ഉച്ചവരെ മാത്രമേ ഉണ്ടാവൂ, അതിന് മുമ്പ് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ക്യാമറ ഉണ്ടാകുമെന്ന് ഞാൻ നിബന്ധന വെച്ചിരുന്നു. അതടിസ്ഥാനത്തിൽ ക്യാമറയും സംഘടിപ്പിച്ച് 1-2 സുഹൃത്തുക്കളെയും കൂട്ടി പോയി. അതാണ് അതിന്റെ സാഹചര്യം. നിങ്ങൾ എങ്ങനെ ഈ അറബി പഠിച്ച് അറബി അധ്യാപനം? ഞാൻ നാദാപുരം ഗണ്ണനും ആദ്യം മുതലേ വീക്ഷിക്കുന്ന ഒരാളാണ്. ഞാൻ അത് വിശദമായിട്ട് സീഡികൾ കണ്ട് അത് പല പ്രാവശ്യം ആവർത്തിച്ച് പഠിക്കാറുണ്ട്. അതിൽ ഗണ്ണനം പുരോഗമിച്ചപ്പോൾ ഒരു പ്രാവശ്യം പേരോടുത്താതിന്റെ പ്രസംഗം ഇസ്തിഹാസയും ഇമാമിങ്ങളും എന്നതായിരുന്നു. അത് ഞാൻ കേട്ടപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നി. നബി ഇമാമിനെ പോലെ, അസ്കലാനി ഇമാമിനെ പോലെ ലോകം അംഗീകരിക്കുന്ന ഇമാമിങ്ങൾ ഇസ്തിഹാസ ചെയ്തവരാണെന്ന് വളരെ വ്യക്തമായ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അത് കേട്ട് പഠിക്കുകയും അത് കുറ്റ്യാടി സിറാജുമായി ബന്ധപ്പെട്ട് അതിന്റെ കോപ്പികൾ ശേഖരിക്കുകയും ചെയ്ത് ഞാനത് കേട്ട് പഠിച്ചതാണ് എനിക്ക് കൂടുതൽ അറിവ്. എനിക്ക് അറബി അങ്ങനെ അറിയില്ലെങ്കിലും കുറെ കേട്ടത് അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്ന രൂപത്തിലെത്തിയതാണ്, അല്ലാതെ കിതാബ് ഓതി പഠിച്ചതല്ല. സ്ക്രീനിൽ കാണിച്ച് ഉസ്താദ് വായിക്കുകയും അതിന്റെ അർത്ഥം പറയുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ശരിക്കും അവിടെ വായിച്ചു നോക്കി
അതിന്റെ അർത്ഥം ഉസ്താദ് വിശദീകരിക്കുകയും അത് ശരിക്ക് ഞാൻ കേട്ട് പഠിക്കുകയും ചെയ്തു. നിങ്ങൾ എന്ത് വിഷയമാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്? മാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ ഫിസിക്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. ഇവിടെ ഞങ്ങൾ സംസാരിച്ചതിന് അടിസ്ഥാനത്തിൽ അവിടെ വരാൻ പറയും. അല്ല, ഞങ്ങള് സംസാരത്തിന്റെ ബാക്കിയായിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ മുപ്പറായിട്ട് സംസാരിച്ചത് എന്റെ ഞാൻ ഞങ്ങൾ പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ട് അതടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്യാനുള്ളത്. ആ റെക്കോർഡ് ഇവിടെ മുപ്പറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് അതിൽ പറയുന്നത് അതിന്റെ അതിനുള്ള വായിക്കണ്ടേ ഈ വിവാഹത്തെ ഉദ്ധരിക്കുന്നത്? അല്ല, ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഉദ്ധരണി കൊണ്ടുവരാം. നമുക്ക് ഇരുന്ന് സംസാരിച്ച് വീഡിയോ പിടിക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ വരണം. ഇന്ന് ഞാൻ വരാം. ഒരു വീഡിയോ എടുത്ത് ഞാൻ വരാം. ഇന്ന് എനിക്കൊരു എന്നാ നാളെ വരാം. മറുപടി പറയണം. ചോദ്യം കേട്ടൊന്നും അറിയാലോ. അങ്ങനെയല്ലോ പറഞ്ഞു. ഞങ്ങളിത് രണ്ടു പ്രായം സംസാരിച്ചാണ്. മൂപ്പറ വീട്ടിൽ വെച്ച് സംസാരിച്ചാണ്. ചോദ്യങ്ങൾ ഉണ്ടോ? ചോദ്യം വെച്ചിട്ട് എന്റെ അടിസ്ഥാനത്തിൽ സംശയം ചർച്ച ഇങ്ങനെ ഞങ്ങൾ രണ്ട് വിഭാഗത്തുകൾ തന്നിരുന്നു. ഓക്കെ. അത് ആ അത് കുറെ ഉദ്ദേശിച്ചതിൽ രണ്ടെണ്ണം അവർ കൂട്ടാണ്. എല്ലാവരും പറയുന്നു. അപ്പൊ ഇമാമാക്കണമെങ്കിൽ അദ്ദേഹം പഠിപ്പിച്ച ആശയങ്ങൾ ക്രിസ്തും കുട്ടികളും ആവരുതല്ലോ. ക്രിസ്തു പഠിപ്പിച്ച കുട്ടി പഠിപ്പിച്ച ആൾക്കാർ നമ്മൾ ഇസ്ലാമിക ക്രിസ്ത കാസറും മുസ്ലിക്കുമല്ലാവുക, ഇമാമല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു അവരെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരും ഇല്ല. അപ്പൊ ഞാനതിന് അന്ന് കുറെ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിരുന്നു. അതിലൊരു കോപ്പിയാണ് ജനറൽ ബോർഡിന്റെ ഇത്. അപ്പൊ അതിനെപ്പറ്റിയാണ് ആദ്യത്തെ ചർച്ച. അത് എന്താ നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു. നിങ്ങളെന്താ പറയുന്നത്? നമ്മൾ അന്ന് ഞാനന്ന് ചുമ്മാ എഴുതിയ മൊത്തത്തിൽ അവൽ എന്നുള്ള ആ വിഭാഗത്തിന് മാറ്റാണ്. അപ്പോ ആ വിഭാഗത്തിൽ ഉമ്മ വായിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഉമ്മക്ക് മുമ്പ് നിങ്ങൾക്കെതിരായിട്ട് ഉണ്ട്. ഉമ്മക്ക് മുമ്പ് ഞാൻ ചർച്ചകളാണ്. ഉമ്മക്ക് മുമ്പ് ഞാൻ നിങ്ങൾ മൗലവി സുഹൃത്തെ ആദ്യം കേൾക്ക്. ഞാൻ ഈ നവിക്ക് ബോധ്യപ്പെട്ടോ ഇല്ലോ എന്നല്ല എന്റെ ചോദ്യം. ഇങ്ങനെ ഒരാൾ ചെറുപ്പായ ഒരു കാര്യം ഇഷ്ടാനും നല്ലതാണെന്ന് പഠിപ്പിച്ചാൽ ആൾക്ക് ആകുമോ ഇല്ലയോ? അതാണ് ചോദ്യം. അല്ലാണ്ട് നിങ്ങൾ അത് ബോധ്യപ്പെട്ടോ ഇല്ലോ എന്ന് ഞാനത് നോക്കുന്നത്. നിങ്ങൾ വലിയതാണെന്ന് ചെല്ലുന്നുണ്ട്, മഹാനാണെന്ന് പറയുന്നുണ്ട്, ഓരിങ്ങനെ പഠിപ്പിച്ച് ഞാൻ കാണുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടത്, ചിർക്കാണെങ്കിൽ ആ കാര്യം പഠിപ്പിച്ചാൽ മഹാനാവൂല, കാഫിറാവുക. മുജാഹിദുകൾ പറയുന്ന ചെറുക്ക് ആണല്ലോ മെയിനായിട്ട് ചർച്ചയിലിരിക്കുന്ന വിഷയം. അതെ, ആ വിഷയമാണോ നിങ്ങൾ തന്നെ ഈ സാധനത്തിലുള്ള ചെലവിൽ പോലുള്ള? അതെ അതെ. ഒന്ന് വായിച്ചാ നിങ്ങളെ വാർത്തുന്ന ഞാനാ വായിക്കണ്ടേ? ഞാൻ നിങ്ങൾക്ക് ويتوسل به في حق نفسه ويتشفع به إلى ربه سبحانه وتعالى ومن أحسن ما يقول ما حكى وكتابنا. ഇത് പിന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എങ്ങനെയാണ് ഈ ഇബാറത്ത് ഉദ്ധരിക്കുന്നത്?
ഇങ്ങനെ ഈ ഞാൻ പറഞ്ഞ പോലെ ഉദ്ധരിക്കുന്നത്. അതെ, ഓക്കെ. ഇത് ആരിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഏത് അടിസ്ഥാനത്തിൽ ഉദ്ധരിക്കുന്നു? ഇത് സ്വന്തം പറഞ്ഞതാ. ഞാനിപ്പോ പറഞ്ഞ വാചകം അവിടെ പോയാല് വയതവസ്സലു ബിഹി ഫി ഹഖ്ഖി നഫ്സിഹി വയതശഫഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല. ഇത് നബവി ഇമാം അവിടെ പോകുന്നവര് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചത്. അത് ശിർക്കാണെങ്കിൽ ഓരോ നിർദ്ദേശിച്ച കാര്യം കുഫറാണെങ്കിൽ ഓരോ ഇമാമാക്കുന്നതിന്റെ മാനദണ്ഡം എന്തെന്നാ എന്റെ ചോദ്യം. ഹലോ, മനോന്ന് പറയാൻ നടക്കട്ടെ. അതിന്റെ തൊട്ട് മുകളിലും കൂടെ വായിക്കും. അതിന്റെ തൊട്ട് മുകളിൽ എന്താ ഉള്ളത്? അതിന്റെ അതിനുള്ള വായിക്കണ്ടേ? ഈ വിവാദത്തെ ഉദ്ധരിക്കുന്നത് അല്ല. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അള്ള ഉദ്ധരണി കൊണ്ടുവരാം. നമുക്ക് ഇരുന്ന് സംസാരിച്ച് വീഡിയോ പിടിക്കാൻ പറ്റുമോ? ഓക്കെ. അപ്പൊ ഇവിടെ വരണം. ഇന്ന് ഞാൻ വരാം. ഒരു വീഡിയോ എടുക്കാൻ വരാം. ഇന്ന് എനിക്കൊരു എന്നാ നാളെ വരാം. ഈ ഭാരത്ത് മുഴുവൻ വായിച്ചിട്ട് ചെറുവിൽ മോദം അങ്ങനെ തന്നെ വായിച്ചിട്ട് ഈ അവിടെ നബവി ഇമാമ് അതിന്റെ മുമ്പ് സുമ്മയർജീന്റെ മുമ്പ് ഉള്ള സാധനല്ലേ, അത് നിങ്ങൾ വായിക്കുക, അർത്ഥം പറയാ. ഞാൻ വീഡിയോയിൽ പാർത്തു. ആയിക്കോട്ടെ. അപ്പൊ നാളെ വരെ. എപ്പോ? നാളെ വെള്ളിയാഴ്ച. എന്നാ ശനിയാഴ്ച വരാം. ശനിയാഴ്ച. സമയം പറയാ, വേദി പറയാ. ഞാനും ഫോട്ടോഗ്രാഫ് വീഡിയോ ഉണ്ടാവും. നിങ്ങൾ ആരാ ഉണ്ടാവുക? ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ. നിങ്ങൾ അവിടെ ഞാൻ കിതാബ് ഈ കിതാബ് ഞാൻ നിങ്ങളെ തരും. നിങ്ങൾ എന്നിട്ട് ആ ഭാഗം നിങ്ങൾ എനിക്ക് സമർപ്പിച്ചു തരേണ്ടത്. സുമ്മേന്റെ മുമ്പ് ഇതിനെതിരുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടി. ഇത് ചെയ്യൽ ശിർക്കാണെന്നോ മറ്റോ നബിമാവൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഞാനതിന് നബിമാവിന്റെ അധികാർ കൊണ്ടുവരും, നബിമാവിന്റെ ഈദാഹ് കൊണ്ടുവരും, ചെറുവിൽ മോദ് കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾ അവിടെ ബോധ്യപ്പെട്ടാൽ, അവിടെ നബിമാവൻ അങ്ങനെ അത് അങ്ങനെ അംഗീകരിച്ചുകൊണ്ടാണ് പറഞ്ഞതെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് എഴുതി തരണം. നിങ്ങളെ ലെറ്റർ ഹെഡിൽ, സലഫിയുടെ ലെറ്റർ ഹെഡിൽ നബി ഇമാമ് ഈ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ റളിയല്ലാഹു അൻഹു ചെയ്തു, റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തും അവിടുത്തെ ഗ്രന്ഥങ്ങൾ അവരും ബാക്കിയും പിൻവലിച്ചു എന്ന് എഴുതി തരണം. ആ മറുപടി നിങ്ങളല്ലല്ലോ പറഞ്ഞത്, നമ്മളല്ലോ പറയാം. അതെ, നിങ്ങൾ എഴുതി തരണം ഇത് ബോധ്യപ്പെട്ടാൽ. ഓക്കെ, ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അല്ല ചർച്ച ഓക്കെ, അത് തന്നെ ചർച്ച. അപ്പൊ ഇതെല്ലാം എന്റെ റെക്കോർഡ് ഉണ്ട്. നിങ്ങൾക്ക് പറയുന്നത് ഞാനിപ്പോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇത് വെച്ചിട്ട് ഞാൻ ശനിയാഴ്ച എത്ര മണിക്കകത്തുണ്ട്? അല്ല അതുപോലെ നിങ്ങളിപ്പോ നിങ്ങളെ ഒരു വിഷയം പറയാൻ പോയി മാറില്ല. നിങ്ങളെല്ലാം കിതാബ് വേണം. നിങ്ങൾ എന്നിട്ട് എനിക്ക് കിതാബ് ഇതിന്റെ മുന്നിൽ ഞാൻ ഈ റെക്കോർഡ് അവിടെ വെക്കും, ആൾക്കാരുടെ മുന്നിൽ വെക്കും. എന്നിട്ട് ഇവർ പറഞ്ഞ വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് രണ്ടാൾക്കും മാറ്റാൻ കഴിയില്ല. എന്നിട്ട് വീഡിയോ ക്യാമറ വെച്ചിട്ട് ശനിയാഴ്ച നമ്മൾ തമ്മിൽ സംസാരിക്കും. നമ്മൾ തമ്മിൽ നിങ്ങൾ ആ ഇബാറത്ത് ഞാൻ കിതാബ് തരും, നിങ്ങൾ ആ ഇബാറത്ത് മുഴുവൻ വായിച്ചിട്ട് ഞാൻ പറയുന്ന എതിരുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. ഞാൻ വീഡിയോ പകർത്തും. സുന്നയുടെ മുമ്പ് അർത്ഥം നിങ്ങളെ കാര്യത്തിൽ പറഞ്ഞില്ല. സുന്നയുടെ മുമ്പ് അതിനെതിരായിട്ടുണ്ട്. അവര് വായിച്ച അർത്ഥം പറഞ്ഞിട്ട് സുന്നയുടെ മുമ്പ് വിശദമായി നിങ്ങൾ ചർച്ച ചെയ്തതിനെ അറിയില്ല. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇമാം നബവി പറയാൻ പാടുണ്ടോ? അദ്ദേഹം മുസ്ലിക്കാണോ കാഫറാണോ നിങ്ങൾക്ക് വാദമുണ്ടോ? അദ്ദേഹത്തിന് ശഫാഅത്ത് ചെയ്യും എന്ന് ചെറുമാതിലുണ്ടല്ലോ. അതിപ്പം ഇമാം നബവിന്റെ വാക്കല്ലേ? അതാണ് ഒരാൾ സംശയം എന്നിട്ട് അതിനാ മറുപടി പറയേണ്ടതെന്നാണ്. കാര്യം പറഞ്ഞിട്ടുണ്ടോ? മുപ്പത് തുമ്മേന്റെ മുമ്പുണ്ടോ എതിരുണ്ടോ എന്ന് വായിച്ചിട്ട് അതൊന്നും ഞാനായിട്ട് പറഞ്ഞ വിഷയങ്ങളില്ല. അപ്പോ നിങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി ആയിട്ടാണ് നിങ്ങൾ രണ്ടു പ്രാവശ്യം കഴിഞ്ഞു. അതോ ഈ വ്യവസ്ഥാപിതമായതിനനുസരിച്ച് നമ്മൾ നല്ലൊരു ഒഴുക്കൊരുങ്ങി പോകും തയ്യാറാകും. രാവിലെ നിങ്ങൾ ഒരു വിഷയത്തിലല്ല, ഒരു വിഷയം പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കറിയില്ലെങ്കിൽ വായിച്ചൂടെ? അല്ല, അതിപ്പം വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതെ, ഈ വിഷയം ഞാൻ നിങ്ങളോടല്ല, എനിക്ക് ഇവരോടാണ് സംസാരിക്കുന്നത്. കാരണം ഇവരുമായിട്ട് ഞാൻ വിശദമായിട്ട് ഞാനിത് അവരോട് പറഞ്ഞു റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 20 മിനിറ്റോളം വേറെ റെക്കോർഡുണ്ട്. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം അജ്മൽ ഇവനെ വിളിച്ചു. ഒരു ചെറിയ ഞങ്ങൾ ഈ ഇത് ഇവരെ കൊടുത്തപ്പോൾ അജ്മൽ വിളിച്ചില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്.
നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താണ്? അത് വായിക്കാൻ പ്രശ്നമില്ലല്ലോ. അല്ല, അത് നമുക്ക് തുടങ്ങിയാൽ നമ്മൾ എവിടെയെങ്കിലും എത്തണം. അതെ അതെ, ഈ ഭാഗത്ത് മാത്രം. അതാണ് വ്യവസ്ഥാപിതമായി പറഞ്ഞ് വലുതായ ഒരു പക്ഷേ അല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ ഒരുക്കത്തോടുകൂടെ അല്ലാതെ പങ്കെടുക്കുന്നത് ശരിയല്ല. അദ്ദേഹമാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ ഭാഗമാണ് ഞാൻ ക്രോഡീകരിച്ചാണ്, ഈ ഭാഗമാണ് ഞാൻ കൊടുത്തത്. അതിന്റെ അർത്ഥം നിങ്ങൾ വെച്ചാൽ അതിലങ്ങനെ ഒരു പ്രശ്നമില്ല. موقفه الأول عبادة به رسول الله صلى الله عليه وسلم ويتوسل به في حق نفسه ويتشفع به إلى ربه سبحانه وتعالى. ومن ثم يقول ما حكاه الماوردي الصالح في البخاري والسنة المسلم. മുഖാന്തരം നിങ്ങളുടെ അർത്ഥം ഒപ്പിച്ച് പരാജയപ്പെടുത്തുന്നത് ആ ലക്ഷ്യത്തോടുകൂടിയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നത് പിന്നെ തുടരുന്നത്. ഞങ്ങള് വന്നത് നിങ്ങൾ വായിച്ചിട്ട് ഞങ്ങൾ എന്റെ ഭാഗത്ത് ആ ഹക്കിൽ നിന്ന് തെളിയിക്കാൻ തന്നെയാണ്. ധ്യാനത്തിൽ അധ്വാനിച്ച് വരണ്ടല്ലോ. അത് ഈ 2 പ്രാവശ്യം ഞാൻ ഇയാൾ സംസാരിച്ചു. ഒരു പ്രാവശ്യം ഇവിടുന്ന് തന്നെ സംസാരിച്ചു. വേറെ ആരായിരുന്നു എന്നുള്ളത്. എന്നിട്ട് അവിടുന്ന് നോ ആൻസർ പോന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് ഞാൻ ഇവരെ വിളിച്ചു വെച്ചാൽ നമ്മൾ കുറെ കാലമായല്ലോ ഞാൻ നോ ആൻസർ നടക്കും, നിങ്ങൾക്ക് ആൻസർ ഉണ്ടോ? അപ്പൊ പറഞ്ഞ ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് എന്നോട് കുട്ടികൾ വന്ന് പറഞ്ഞു, അന്ന് വന്ന കുട്ടികളല്ലേ, ഇന്ന് എന്നോട് പയ്യോട് വന്ന് പറഞ്ഞു സാർക്ക് ഞങ്ങൾ വിളിക്കാൻ പറ്റിയതാണ്, ഈ അവർക്ക് ക്യാൻസർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അജ്മൽ പറഞ്ഞു. ഇതൊക്കെ നിങ്ങളില്ല പ്രതിയിൽ പറയുന്നില്ല, നിങ്ങൾ അറിയില്ല, ഇവർ ഇതിൽ പ്രതിയാണ്. അതുകൊണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല. നിങ്ങളില് ഈ സംസാരത്തിലൊന്നും നിങ്ങളില്ല, ഞങ്ങളും ആ ഹിദായത്തുള്ള പോലെയാണ് ഈ ഇതിലുള്ളത്. അപ്പൊ അവരാണ് എനിക്ക് സമാനം പറഞ്ഞത്, നിങ്ങളല്ല. നിങ്ങളെ വെച്ച് ഞാൻ ആദ്യം കാണുന്നത് നിങ്ങളെ. ഇവർ വിളിച്ചിട്ട് ഇന്നിപ്പോ 2 പ്രാവശ്യം വിളിച്ചു. നേരം ഞാൻ ഇന്ന് രാവിലെ ക്ലാസ്സിലുള്ളപ്പോഴാണ് വിളിച്ചത്. എന്നിട്ട് ഞാൻ ക്ലാസ് പ്ലസ് 2 അധ്യാപന ഇപ്പൊ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി മതിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ടാവും, അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാനെന്ത് ചെയ്തില്ല, ഞാനും ദിവസം നീട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഹാഫ് ഡേ ലീവ് കൊടുത്തു വന്നു. വീഡിയോ പിടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാൻ ഫിസിക്സിന്റെ അധ്യാപകനാണ്. അപ്പൊ എനിക്ക് ഈ അറബീനെ ഹല്ലയിക്കാണെന്ന് എനിക്ക് അത്ര കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇവരെ കൂട്ടുകയും ചെയ്തു. ഇപ്പോൾ സ്ഥാനമില്ല. എന്തുകൊണ്ടെന്നാൽ ഇതൊക്കെ ഉണ്ടാവും അവരാദ്യം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. ഇവര് ചെയ്ത് ശരിയോ തെറ്റോ എന്ന് മാത്രം നമ്മൾക്ക് നോക്കിയാൽ മതി. അവർ വീഡിയോ തന്നെ റെക്കോർഡ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തുള്ള ഹിദായത്തുള്ള പറഞ്ഞിട്ടില്ല. ഒന്ന് ഞാനിതോട് എതിർപ്പുള്ള മനുഷ്യനാണ്. ഒരു കാര്യം. വേറൊരു കാര്യം, ഈ നിലക്കാണ് ഇവരെ പറയുന്നത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ചോദ്യം ചോദിക്കുന്ന സമയത്ത് മറുപടി പറയാനുണ്ട്. ഒരാൾ വന്ന് ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയുന്നത് പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങളെന്താ നിങ്ങളെ മറുപടി എനിക്കറിയില്ല. മുപ്പത് വായിക്കുന്നല്ല പറഞ്ഞു. അതിന്റെ മുമ്പിൽ വായിക്കില്ല. നിങ്ങൾ എവിടുന്ന് ഞങ്ങൾ വേറെ സ്ഥലത്ത് ഓക്കെ ഞങ്ങൾ വേറെ സ്ഥലത്ത് എന്റെ മുമ്പിലേക്ക് ഞങ്ങളെ പോലെ ആൾക്കാർ മുമ്പിലേക്ക് സംശയമായിട്ട് പോയാലും കാരണം എല്ലാവരും പ്രമാണം വളരെ നല്ലത് തന്നെ. ഇതിലും യാതൊരു അപകടവും ചർച്ച ചെയ്യുന്നില്ല. മറ്റേ വ്യവസ്ഥാപിതമായ നിങ്ങളിങ്ങനെ വ്യവസ്ഥാപിത പണ്ഡിതന്മാരൊക്കെ കൊണ്ടു. അതെ അല്ല, ഞാൻ 2 പ്രാവശ്യം വന്നു. ഞങ്ങൾ ഇരുന്നു വീട്ടിൽ സംസാരിച്ചിട്ട് പറഞ്ഞു ഇത് കിതാബ് നോക്കേണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിപ്പം കിതാബ് നോക്കും. അങ്ങനെ പിന്നീട് 20 ദിവസത്തിന് ശേഷം ഇവിടെ തലഫി കുത്തുബ്ദാരയിൽ തന്നെ ഇവിടെ കിതാബുള്ളതുകൊണ്ട് ഇവിടെ തന്നെ ചർച്ചകൾ നടത്തി ഞാൻ രാത്രി വന്നു അല്ലേ. വന്നിട്ട് ഞങ്ങൾ ദീർഘനേരം സംസാരിച്ചിട്ട് മൂപ്പറ് ഇവരെല്ലാം സംസാരിച്ച് വേറൊരാളെ കൈമാറി. അന്ന് മൂപ്പറ് ആദ്യം പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനോട്
അവരെ കുറിച്ച് അങ്ങനെ 30 വായിച്ച് 30 ലാസ്റ്റ് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ പറഞ്ഞു വി ഹാവ് നോ ആൻസർ യു ക്യാൻ ഗോ. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. അതിനുശേഷം ഈ അജ്മൽ എന്ന് പറഞ്ഞാല് 2 കോപ്പി തന്നില്ല എന്ന് പറഞ്ഞു. കിതാബിന് കോപ്പി അന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ ഷമീദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളൊരു കുട്ടിയുടെ വശം കൊടുത്തയച്ചു. അത് അജ്മൽ സ്വീകരിച്ചു, ഇയാളെ കൊടുത്തു. ഇയാളെ ഈ അജ്മൽ എന്ന് പറഞ്ഞ ആള് ഇയാളെ വിളിച്ചിട്ട് പറയുന്നു ഞങ്ങള് ഉത്തരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാറ്റിയെ കൂട്ടി വരണം, എന്നെ കൂട്ടി വരണം. അത് അറിയാതെയാണ് ഞങ്ങൾ അത് എന്നോട് ഇന്നാ പറയുന്നത്. അതിന് മുമ്പ് ഇയാൾ വെച്ച് ഞാൻ സംസാരിച്ച് ദിവസം ഫിക്സ് ചെയ്തു, ഇന്ന് വരാൻ പറഞ്ഞു. അപ്പൊ മൂപ്പർക്ക് അറിയാൻ എന്താണ് കിട്ടാൻ കൊണ്ടാവില്ല, അന്ന് തന്നെ കിട്ടാൻ കൊണ്ടാവുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ ഇബാറത്ത് വായിച്ചു, എന്നിട്ട് ബിഹാറിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഇപ്പൊ പുതിയ എന്തോ കിട്ടിയിട്ടുണ്ടാവും, അന്നില്ലാത്ത സ്ഥലം. അപ്പോൾ നിങ്ങൾ സുമ്മേന്റെ മുമ്പ് എന്താണെന്ന് വായിച്ച് പറയുന്നതിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാനും ആ ലീവ് എടുത്താലേ മുമ്പ് പറയണ്ടേ, ഓരോരുത്തരും സമാന പരിപാടികളല്ല. നമ്മൾ ജോലി ഒഴിവാക്കി നിങ്ങളൊരു ജോലിയിൽ ഇരിക്കുകയാണല്ലോ, വളരെ പ്രധാനപ്പെട്ട വിഷയം. എന്റെ പേര് അതെ ഞാൻ ആദ്യം പറഞ്ഞു. ഇവിടത്തെ എന്താണ് വ്യവസ്ഥ എന്താ ഇപ്പൊ കുറവുള്ളത്? നിങ്ങളുടെ കയ്യിൽ എന്താ കുറവുള്ളത്? അല്ല, നമ്മൾ കാര്യങ്ങൾ എന്നോട് പറയാം. അല്ല, ഇതിന്റെ ക്യാമറ ടൈപ്പ് ആണെങ്കിൽ ഇപ്പം തന്നെ ഞങ്ങൾ വോട്ട് എടുത്ത് തരും. ഞങ്ങൾ അതിന്റെ പറ്റി അതല്ല ഇങ്ങനെ വരുന്നു. അല്ല, എന്റെ അധ്യക്ഷതയിൽ ഒരു രാഷ്ട്രീയം നടന്നു. അല്ല, നിങ്ങളടുത്ത് കിതാബ് ഇവിടെ ഉണ്ട്, ആളുകൾ ഇവിടെ ഉണ്ട്, ക്യാമറ ഞങ്ങൾ അതിന്റെ വോട്ട് ഇപ്പം തന്നെ ഞങ്ങൾ കൂടെ നിശ്ചയമാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു വിഷയം നേരിടാൻ പറഞ്ഞതായി മുമ്പ് അറിയില്ലേ? അതിനൊരു മറുപടി ഇല്ലേ? അതിന് മറുപടി പറയാമല്ലോ. അതിനുള്ള ചോദ്യം ആ രൂപത്തിൽ വരെ എനിക്ക് തന്നിട്ടില്ല. അതിനിപ്പോ ഏത് ചെറിയ കുട്ടികളാണ് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും ചോദിച്ചാൽ പറയാനുള്ള നിങ്ങളെല്ലാം ചോദ്യത്തിൽ ഞാനങ്ങനെ ചോദ്യം ചോദിക്കണമെങ്കിൽ ഞാനൊരു കക്ഷിയായി വരണം. ഞാൻ ഇപ്പോഴും കക്ഷിയല്ല. അതെ, ഈ വിഭാഗത്തിൽ നിങ്ങൾ എന്താണ് അഭിപ്രായം തീർക്കുണ്ടോ ഇല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല, നമുക്ക് അങ്ങനെയല്ലല്ലോ. നമുക്ക് ആ സ്വഭാവത്തിൽ നിരീക്ഷിക്കാൻ പാടില്ല. അതിനെ സംസാരിക്കാം. നമ്മൾ ഈ വിഷയത്തിൽ ഗുരുക്കൾ കാണണ്ടല്ലോ. വളരെ മുസ്ലിമാണോ, ഇമാമിങ്ങൾ മുസ്ലിമാണോ, മുസ്ലിക്കാണോ? അയാൾ പറഞ്ഞോളൂ, നിങ്ങൾ വായിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറയണം. ഞാൻ ഇന്ന് രാവിലെ ഞാൻ അയാളോട് പറഞ്ഞ ക്ലാസ്സിലാണ്, രാത്രി പറ്റുമെന്ന് ചോദിച്ചു. ഒന്നും പറ്റില്ല, ഇപ്പൊ ഉച്ചക്ക് വരണം. ഞാനിന്ന് പരീക്ഷ എടുത്താ അതിന്റെ എന്റെ ഡോക്ടർ അങ്ങനെ എനിക്കിപ്പോ അല്ല, അയാളുടെ തന്ന പ്രിന്റ് ചെയ്ത ക്വസ്റ്റ്യനാണ് പ്രിന്റ് ചെയ്തത്. അപ്പൊ ഇവിടെ ഈ വിഷയം ഇതെടുക്കും മൗലവി, അതാണ് ഇപ്പൊ തന്നെ കേട്ടോ. ഇതായിരുന്നു മൗലവി. അതൊന്ന് വായിച്ചിട്ട് അതില് ചോദ്യം ഫലപ്പായിട്ടുണ്ടോ, എതിരായിട്ടുണ്ടോ, അല്ല അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലേ. വഫാത്തിന് ശേഷമാണ് ഇത് കബറിലെടുത്ത്, വഫാത്തിന് ശേഷമാണല്ലോ റസൂലുള്ളാഹിന്റെ കബറിലെടുത്ത് പോയിട്ട് ചുവട്ടിലാക്കുന്നതും ശുപാർശ വരുന്നതും തെറ്റല്ല എന്നാണോ? അല്ല, അത് പഠിപ്പിച്ചവര്, അത് പഠിപ്പിച്ചത് ആള് മഹാനും കേട്ട് പഠിച്ച ആള് അതുകൊണ്ട് പാപനം ചെയ്തോളും മറ്റിരിക്കും കാപ്പിലാവുന്നതാണോ? എന്താണ് ആ വൈരുദ്ധ്യം? അതൊരു വലിയൊരു വിഷയമല്ലേ. അതാണ് നിങ്ങൾ മറുപടി പറയുന്നത്. ഇവര് അവിടെ കക്ഷിയെല്ലാം പറഞ്ഞ് പറഞ്ഞല്ലോ. അതെ, പറയാൻ പാടില്ല. അതാ അതിന് മുമ്പ് ഇപ്പൊ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ പറയാൻ പാടില്ല, പറയാം. ഇവർ പറഞ്ഞു
മരിച്ചുപോയ ആളുകൾക്ക് ഞാൻ മുസ്ലിം കാപ്പുറാണെന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ. അത് സ്ഥാപിക്കുന്ന കാലത്തോളം സ്ഥാപിച്ചാൽ മാത്രമേ അതിൽ പറയുന്നില്ല. അത് നല്ല വാദമാണ് നമ്മുടെ നബവി ഇമാമിന റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതോടൊപ്പം ഈ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് തഖരീബ് നബവിയും അതുപോലെ ചെറവ് മുസ്ലിമൊക്കെ സാമാജിക ഗ്രന്ഥങ്ങളായി ഇപ്പോൾ അവലംബാക്കുന്നു. ഫത്ഹുൽ ബാരി അവലംബാക്കുന്നു. അപ്പൊ അവലംബമാക്കണമെങ്കിൽ ദുർത്തരിയിൽ എപ്പോൾ നടക്കുന്നതല്ലോ. ഇവിടെ ഇസ്ലാമിക മുസ്ലിം ലോകത്തൊന്നും അവലംബാക്കണമെങ്കിൽ അവര് ഇവിടെ തന്നെ ഇസ്ലാം ആരോപണം പറഞ്ഞിട്ടുണ്ട്. അയാൾ നിരീശ്വരവാദിയാണെന്ന് സ്റ്റേജിനെ പറ്റി ആരോപണം പറഞ്ഞു നീയുണ്ട്. അതുകൊണ്ട് അയാൾ സ്വീകാര്യനല്ലാന്ന് സലാത്തുള്ളതിന്റെ ബുക്കിലുണ്ട്. അപ്പോൾ ഒരാൾ സ്വീകാര്യനാവണമെങ്കിൽ അവിടെ എന്ത് വേണ്ടി വരും? നമ്മൾ അവരുടെ ഈ ഉള്ളുപുറവും അറിയേണ്ടി വരും. അവിടെ നമ്മൾ നിരൂപണം നടത്തേണ്ടി വരും. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇമാമിയങ്ങൾ നമ്മൾ ദീനിൽ ഹുജ്ജത്തായിട്ടാണുള്ളത്. അപ്പൊ ഹുജ്ജിയത്തിൽ നിന്നുള്ള അശറഫ് അവർക്ക് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനത്തെ യാതൊരു ന്യൂനത അവർക്ക് ഉണ്ടാവരുത്. അതാണ് നിങ്ങൾ സ്ഥാപിക്കേണ്ടത്. അല്ലാതെ ആർക്കോ റഹ്മത്തുള്ളാഹി പറയാവുന്നല്ല ഹുജ്ജത്ത്. അവര് ഇവര് നിങ്ങളിപ്പോ കാലം നസായിലൊക്കെ ഇവർ പറയുന്ന ഒരു അങ്ങനത്തെ ഉദ്ധരിക്കാണ്. നസായി മാമിനോട് കണ്ടിട്ടുണ്ടോന്ന് അറിയുന്നില്ല. റഹബി പറയുന്ന ഉദ്ധരിക്കാം. റഹബിന്റെ ശക്തിയാത്ത് റഹബിന്റെ ഒക്കെയാണ്. ഇത് മുഴുവൻ റഹബി എഴുതി ക്ലിയറിൽ എഴുതി വെച്ച ഇത്തിഹാസിന്റെ ഉത്തിലും ഈ കവറിലെടുത്ത് പോയി ബന്ധപ്പെടുത്തുക അംഗീകരിച്ചുകൊണ്ട് മധുരായിട്ട് എഴുതി വെച്ചതാ. അതുപോലെ ഇതിൽ കഥയിൽ അതിൽപ്പെട്ട ഒന്നാണ്. കൂടി ചർച്ചയിലാണ് നമ്മളിത് എല്ലാ വിഷയവും കൂടി ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ ഇതൊന്നും ഇതൊന്നെന്താ നിങ്ങൾ മറുപടി പറയുന്നു പറഞ്ഞതാണ്. നിങ്ങൾ മറുപടി പറയണം. ഓക്കെ, നിങ്ങൾക്ക് അവസരം. അതായത് തവസ്സുൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? വായിച്ച അയാൾ അർത്ഥം പറയുന്നത് അർത്ഥം പറയാന്ന് അയാൾ വായിച്ചിട്ട് ഇതിലില്ല. അയാൾ പറഞ്ഞാൽ കഴിഞ്ഞല്ലോ പ്രശ്നം. അയാളിപ്പോ അത് വായിച്ചിട്ട് അത് അതിന്റെ അറബിവ്യാകരണ പ്രകാരം എങ്ങനെ അർത്ഥം വരും ആർക്കും പറയാം. മുഴുവനും അറിയില്ല. എന്നാൽ തന്നെ ഇതിൽ പങ്കെടുത്തോട്ടെ. ഞാനിത് ശക്തിയായിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്താ പറയുന്നത്? അവർക്കൊന്നും പറയാം. നിങ്ങളൊന്നും പറഞ്ഞില്ല ഇതുവരെ. ഇത് പ്രവർത്തനേ കഴിയുള്ളൂ. ഓക്കെ, വായിച്ചോ വായിച്ചോ. അല്ല, നിങ്ങൾ വായിക്കാന്നല്ല പറഞ്ഞേ. ഞാൻ വായിക്കുന്ന വായിക്കോ അല്ല അല്ല, അത് ശരിയല്ല. അതൊന്നും വായിച്ചില്ലേ? നിങ്ങൾ സർക്കാർ അവർ ഒന്ന് വായിക്കട്ടെ. അങ്ങോട്ട് വായിക്കാം. മഹാന്മാർക്കൊണ്ട് ദൗത്യത്തിൽ വെച്ചും ഒന്നാമത് വായിക്കും. നിങ്ങളൊന്നും എന്തെങ്കിലും വായിക്കാത്തില്ല. അത്രയും വിശാലമായി പറഞ്ഞ നീലാമരത്തിലുണ്ട്. അത് വെള്ളങ്ങൾ പറഞ്ഞു ചർച്ച നടക്കാൻ പോകുന്ന വാർത്തകൾ നടക്കാൻ പോകുകയെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നമ്മൾ നടക്കാൻ പോകുന്നില്ല പറയുന്നുണ്ടോ? പറഞ്ഞ അറ്റപ്പെട്ട പ്രശ്നം നിങ്ങൾ ആരെങ്കിലും പറയണം. കഴിഞ്ഞ ഞാൻ കുറേ സമയം നിന്ന് ഞാൻ നിൽക്കണമല്ലോ പോകണം. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ശ്രമിക്കാൻ പോകും. അതുപോലെ കുറേ സമയം ഇങ്ങനെ പോക്കണ്ട. നിങ്ങൾ നമ്മൾ സമയത്ത് ചോദ്യമാണ്. അതൊന്ന് വായിച്ചു മരിച്ചു പോയ ഇമാം നബിയെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള അല്ല, അതൊന്നും അറിയില്ലല്ലോ. ഇവരിപ്പോ പറഞ്ഞ ലാസ്റ്റ് നിൽക്കുന്ന ഒരു പോയിന്റുണ്ട്. നബി ഇമാമിന്റെ ഇബാദത്ത് കൊടുത്തു. ഇയാൾ പറഞ്ഞു അതിന് ഒന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് തവസ്സുലുണ്ട്. ഞാൻ തവസ്സുലിന്റെ ഹുക്മത്ത് അത് ഞങ്ങൾക്ക് എന്താ വിദഗ്ധാണ്, ഞങ്ങൾക്ക് വിദഗ്ധ ചെയ്യുന്ന ഒരു ഇമാമാവുമോ എന്ന് ചോദിച്ചു. എന്തായിക്കോട്ടെ, ഇയാൾ അതിലുള്ളത് എന്താണെന്ന് ഇയാളെ നാവ് കൊണ്ടൊന്ന് വായിച്ചിട്ടൊന്ന് അർത്ഥം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്ക് പോവാം. കുറഞ്ഞ വഴികളെ
നിങ്ങൾ വായിച്ചു പറഞ്ഞോ? ഞാൻ വായിച്ചു പറഞ്ഞാൽ ഇപ്പൊ ഏത് വായിച്ചു അല്ല ആളുകൾ ആൾക്കാരല്ല അവിടെ നോക്കട്ടെ. അല്ല അല്ല അല്ല, ആ വാചകത്തില് ദീനിനെതിരായിട്ടുള്ള ചെറുക്ക് ഉണ്ടോ, വിധേയത്തുണ്ടോ, അഥവാ ദീനിന് ഈ ചെയ്യുന്ന ഈ പറയുന്ന ആള് ഇവർ വമനക്തനിമായ പൂലു എന്നൊക്കെയല്ലേ പറയുന്നത്. അവിടെ പോയിട്ട് ചെയ്യണം എന്നല്ല. ചുമ്മ എത്തവസ്ഥയില് ബിഹി അല്ല അങ്ങോട്ട് നിർദ്ദേശിച്ച പറയുന്ന ആളുകളിലേക്കും പറയുന്ന അഭിപ്രായം എന്താ വമിൻ അസ്തനി എന്ന് പറയുന്ന ആരാ? ഒന്നിനസ്യമായപ്പോൾ പറഞ്ഞതിന് ശേഷം കൊള്ളാവുന്നതിന് അതെ കൊള്ളാവുന്നത് എന്താണ് അതിന്റെ ബാക്കി എന്ന് വെച്ചാൽ എനിക്ക് എവിടെ അർത്ഥം മാത്രമേ ഓക്കെ കൊള്ളാവുന്നതാണെന്ന് ഒരർത്ഥം വിട്ടത് ശരിയാണ്. നിങ്ങൾ അവിടെ ചുമ്മയാക്കി ഒന്നും വായിച്ചു അതന്നെ നമുക്ക് മുന്നേറ്റിരിക്കുന്ന അർത്ഥം എന്താ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യൻ സംബന്ധിച്ചാണ് പറയാൻ പാടില്ല. ഞാൻ നിങ്ങളെന്റെ മതകീയമായ ഗ്രന്ഥം ഞാൻ പറഞ്ഞു. മതകീയ ഗ്രന്ഥാന്തം മൂപ്പർ കഴിഞ്ഞു നിങ്ങളെ കഴിഞ്ഞു നിങ്ങൾ കൈവഴിയല്ല മൂപ്പർ പറയണോ? അത് ഞങ്ങൾ ബാധ്യതപ്പെട്ട വിഷയമാണ്. ചുമ്മാ അതിന് മുന്നേ വേണമെങ്കിൽ മുന്നേ വായിച്ചോ. അതിലുള്ള അനുകൂലമായിട്ടുള്ള വായിച്ചോ. പ്രതിയല്ല എന്റെ പേടിയും അത് മാത്രമല്ല നിങ്ങളൊന്ന് സംഭവം നല്ല അറിയാം വിഷയം ചെയ്താൽ മതിയല്ലോ. സമ്മേളനങ്ങളിൽ വെച്ചിട്ട് നിങ്ങളുടെ പ്രസ്ഥാനം പ്രമാണങ്ങളിലൂടെ എന്നുള്ള വിഷയത്തിൽ ഇങ്ങനെ പ്രശ്നം കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് സംശയമായിട്ട് മൂപ്പരെ തന്നെ പോകുന്നത്. മൂപ്പരെ പറയുന്ന അവരെ പറയുന്ന പ്രമാണം അവർ അംഗീകാരികൾ കൂട്ടുന്ന പ്രമാണങ്ങളിലാണ് ഇവരുടെ പറയുന്നതെന്നോ ഇതൊരു അപ്പൊ ആ പ്രമാണങ്ങൾ നിങ്ങൾ ഈ പ്രസംഗിക്കുന്നൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ എന്ത് ധാരണയുണ്ട്, ഭയങ്കര സഞ്ചാരമുണ്ട് എന്നെല്ലാം എന്തൊരു ധാരണ. ഞാനിവരോട് വന്നിന് മുന്നിൽ വന്നാൽ ഒന്നും ഉണ്ടായില്ല, ഇവർക്ക് വായിക്കില്ല, അർത്ഥം പറ്റിയില്ല. അതാ നിങ്ങൾക്ക് മുന്നിൽ അപ്പൊ നിങ്ങൾക്കത് ആവില്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിയില്ല, ഇത് ഇങ്ങനത്തെ വിഷയം പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. അടിസ്ഥാന വിഷയം എത്ര കാലമായാലും പുറത്തിറങ്ങാവോ നോട്ടീസായി എന്റെ ശരിയല്ല. സാധാരണക്കാരൻ മാസം പറയുമ്പോൾ വരെ പറയാ നമ്മളുടെ ചർച്ചകളാണ്. സാധാരണക്കാരന്റെ വ്യവസ്ഥാപിതമായ മറുപടി നിങ്ങൾ അറിയിക്കുന്നുണ്ട്. അതായത് രൂപത്തിലയക്കാം. അത് രൂപത്തിനെന്താ കുറവ്? എന്താ കുറവ്? അതൊന്ന് ഇയാൾ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടൊന്നും ഞാൻ അറിയുന്നില്ല. അല്ല ടൈപ്പ് ചെയ്ത മൂപ്പർ അറിയുകയും ചെയ്തു. കിതാബ് ഇവിടെ ഉണ്ട്, പണ്ഡിതന്മാരിവിടെ ഉണ്ട്, സ്ഥാപനം ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ടൈപ്പ് വേണമെങ്കിൽ ഞാനൊരു കൃത്രിമം തരത്താൽ നിങ്ങളെ കയ്യിൽ തരാം. ഇപ്പം തന്നെ ടൈപ്പ് എടുത്ത് നിങ്ങളെ കയ്യിൽ തരാം. സ്ഥാനത്തോട് യോജിച്ചില്ല എന്നല്ലാതെ അല്ല മിഷൻ ടൈപ്പ് ഓരോ കൈ അയാളെ കയ്യിൽ ഇപ്പം കൊടുക്കുക. അയാൾ കോപ്പി എടുത്തിട്ട് ഇപ്പം തന്നോട്ടെ. ഒരു കൃത്രിമം ചെയ്തില്ല. വിഷയത്തിന് മാത്രം കൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല അയാൾ പറയട്ടെ. മൂപ്പർക്ക് അവസരം കൊടുക്കാം. ഇവർക്കൊരു അവസരം കൊടുക്കാം. ഇതാ സുഖമാണ്. ഇനി എന്തെങ്കിലും നിങ്ങളൊന്ന് വായു തുറക്കൽ നിർബന്ധം. നിങ്ങളൊന്ന് വായു തുറക്കൽ നിർബന്ധമാണ്. പറഞ്ഞോളൂ. നിങ്ങൾ എന്നോട് പറഞ്ഞ മാറ്റി പറയാനോ അല്ല ഞാൻ പിന്നെ കേരളത്തിന്റെ കാര്യം പറയാനോട് മറന്നു. ക്യാമറ ഓണായിട്ട് അപ്പൊ അതൊരു വിജയമല്ല. ക്യാമറ നമ്മള് അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട കൊടുത്തൂടെ? ഇവിടെ സൗകര്യം സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അതാണ് എഴുതി ഒപ്പിട്ടരാം. ടൈപ്പ് ഇപ്പം നിങ്ങളെ കയ്യിൽ തരാം.
കോപ്പി എടുക്കാൻ വേണ്ടി തരാമെന്നുള്ളത് ഞാൻ അതിൽ ഒപ്പിത്തരാം. ഞാൻ ഒന്നും ചെയ്യില്ല. നിങ്ങളെ തൗഹീദ് ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എത്ര സ്ഥലത്ത് ഉപയോഗിച്ചൂടെ? ക്ലിപ്പായിട്ട് എത്ര സ്ഥലത്ത് ഉപയോഗിക്കാം? ഇപ്പൊ ക്ലിപ്പ് യുഗമല്ലേ? നിങ്ങൾക്ക് ഒരു ചെലവില്ല, ക്യാമറയുടെ ചെലവില്ല, ആർക്കും പറയാം, ഏതായിട്ട് പറയാം. നമുക്കിപ്പോ അത്രേ ഉള്ളൂ, ഒരാളിന്റെ നിങ്ങളാണ് ഇത് ഉത്തരവാദിത്തം. നിങ്ങളിപ്പോ ഇവിടെ സാറോട് വന്നിട്ട് ഇങ്ങനെ സെറ്റിംഗ് എടുത്താല് സാറ് വിഷയമായി ഒന്നും അറിയാതെ ഏതാ പശ്ചാത്തലം അത് മുഖരുടെ നമ്മൾ സാർ പോകുന്ന ആ സെറ്റിംഗ് കാണിക്കും. ഞങ്ങളിങ്ങനെ സ്ഥലത്തേക്ക് പോയി ചിലക്ക് പ്രിൻസിപ്പാളെ കണ്ടു, അദ്ദേഹത്തിന് മറുപടി പറഞ്ഞാൽ പറയും സാർ ഇതിന്റെ എല്ലാ പശ്ചാത്തലം എന്താണ് വിഷയമെന്നൊന്നും അറിയാതെ ഇതിൽ ഇടപെട്ടാല് അത് ശരിയാവില്ല. നല്ല കേൾക്കുന്നുണ്ട് അല്ല പ്രിൻസിപ്പാളോട് ചോദിച്ചു പ്രിൻസിപ്പാൾ സമ്മാനം തന്ന വീഡിയോ സമ്മാനം തന്ന വീഡിയോ അതാണ് ഞാൻ ആദ്യം അത് സ്ഥാപിക്കാം. കഴിഞ്ഞില്ല നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ കൂടെ ഒന്ന് ഇവിടെ സ്റ്റുഡിയോയിൽ വരെ പോകണം. ഈ ടൈപ്പില്ല ജസ്റ്റ് കോപ്പി ഞങ്ങൾ തരാം. ഒരു മാറ്റം നിങ്ങൾ വരുത്തണ്ട. ഒരു മാറ്റം അല്ല, നിങ്ങൾ ഞങ്ങൾ എവിടെങ്കിലും ഇതൊരു വിഷയത്തിൽ നടത്തിയെടുത്തിട്ട് അല്ല ഞങ്ങളെ ഒരു സെക്കൻഡ് അല്ല ഒരു എന്നെ പാർട്ടി എന്നോട് വിളിച്ച് നിങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ട് അതിനോട് ശ്രദ്ധിക്കണേ, നിങ്ങളിതൊരു വാദമൊന്നുമില്ല, ഒന്നും കേട്ടിട്ടില്ല, അങ്ങനെ പറയൂ. എന്തിനായിരുന്നു നിങ്ങൾ എന്നെ വിളിക്കുന്നത്? പറയൂ. ഞാൻ രാവിലെ വാട്ടെടുത്ത് വന്നു. സംഗതിയുടെ വിഷയം പറഞ്ഞു, അങ്ങനൊരു സംശയമുണ്ട്. അപ്പൊ ആ നിലക്ക് ക്യാമറന്റെ കാര്യം പറഞ്ഞില്ല. ആ നിലക്ക് ഒരാൾ വരും എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിലാണ് മാറ്റുക. അതിന്റെ മുമ്പിൽ തൊട്ടോ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ആയിക്കോട്ടെ, നിങ്ങൾ ഈ ഭാഗത്തുകൾ ഞാൻ നോക്കി എത്തിട്ട് നിങ്ങൾ ഈ ഭാഗത്തുകൾ ഞാൻ നോക്കി, അതിന് ഒരു പ്രശ്നവുമില്ല, അതിന് ശിക്ഷയില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പോയി ശുപാർശ തന്നെ ശിർക്കല്ലേ അല്ലാന്ന് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഖബറിന്റെ അടുത്ത് പോയി യാ റസൂലുള്ളാഹി വഖദ് ജിത്തുക മുസ്തഖിറൻ മിൻ ദംബി മുസ്തഖിയം ബിക യാ റബ്ബിന് റസൂലുള്ളാഹി മേര കിതാബോട് കൂടി ശുപാർശ എടുക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നത്. ആ വാദത്തിൽ ഇല്ലാന്നാണോ വാദം? അവിടെ ഇല്ലാന്നാണോ വാദം? ഈ ശുപാർശകളുണ്ടോ? അവരുടെ അടുത്ത് ശുപാർശകളുണ്ടായിരുന്നു. അതെ അല്ല അതന്നെ ഇതേ വാർത്ത അതിന്റെ അർത്ഥം എന്താ? ഓക്കെ, അതിന് അതിന്റെ അർത്ഥം അതല്ലേ, പിന്നെ അതിന്റെ അർത്ഥം ഉണ്ടാവുമല്ലോ. അതാണ് മഞ്ചളില്ലല്ലോ ഇവിടെ എന്നോട് ചെറിയ കുട്ടിയെ സംശയം വേണ്ട, എന്നാ ചെറിയ കുട്ടീനെ വിടാൻ ക്യാമറയെ കൊടുത്ത് സ്ഥാപിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആ സാധാരണ പറയുന്നതുകൊണ്ടാണ് അസുഖം പറ്റുമെന്ന് പറയും. എനിക്കറിയില്ല, നന്നായിട്ടറിയാം. ചെറിയ കുട്ടി ഏതാണ് വലിപ്പം കൂടിയതാണ് പ്രശ്നമെങ്കിൽ നമുക്ക് ഒരു കുട്ടീനെ വിടാം. അതിനെ മനസ്സിലാക്കണം. അല്ല, വലിപ്പം കൂടിയതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നമുക്ക് ഒരു കുട്ടീനെ വിടാം. നിങ്ങൾ അവിടെ എന്നോട് പറഞ്ഞ ഇല്ലായിരുന്നു, ശവത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കഥകളിലൊന്നും ഇല്ലാതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ശവത്തിൽ മരണാനന്തര ശവത്തിന്റെ വിധി എന്ത്? അവിടെ ശവത്തിൽ മാത്രമേ ഉള്ളൂ ഇത്തിഹാസം ഇല്ല എന്നാണോ? രണ്ട്,
മൂന്നാമത്തെ നവീമാവ് ഉമ്മത്തും ഇതിനെതിരായി പറഞ്ഞിട്ടുണ്ടോ 4. 5 നവീമാവ് അംഗീകരിച്ചിട്ട് പറഞ്ഞതാണോ 5. ഇതാണ് നിങ്ങൾ ഉത്തരം പറയുന്നത്. ആവർത്തിച്ച് പറയാനുണ്ട്. നവീമാവ് നിത്യാസകളാണെങ്കിൽ അവസരം കൊടുക്കാം. ആലോചിച്ച് പറഞ്ഞിരിക്കണല്ലോ. മലയാളം കേൾക്കുന്നത് എന്ത് ചെയ്താലും ചെറുക്കില്ല. അതൊന്നും അല്ല അയാൾ പറയാം അല്ല ഇവിടെ ഈ ചെറുക്കി അങ്ങനെ കണ്ണടി നിലവിലാക്കി അങ്ങനെ ഒരു കാര്യം നിങ്ങളെ പറയുന്നല്ലോ. ഒരു കുട്ടി വന്നുകൊണ്ട് വേണ്ട നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നില്ല, അദ്ദേഹത്തോടെ ചോദിക്കുന്നു. നിങ്ങൾ അതിൽ ഇടപെടില്ലല്ലോ. ഇവര് പറയട്ടെ. അജ്മലൊന്നുമില്ല. അജ്മലിനെ നിങ്ങൾ അജ്മലിനോട് പറഞ്ഞിരുന്നു ഉത്തരം കിട്ടിയിരുന്നു. പറഞ്ഞിരുന്നു. ആ ഉത്തരം ഇവിടെ പറഞ്ഞാൽ അജ്മലിനോട് കിട്ടിയ ഉത്തരം കിട്ടിയ അജ്മലിനോട് പറഞ്ഞു കൊടുക്കും. ആ ഉത്തരം എന്താണ്? അത് നിങ്ങൾ അല്ല എന്ത് ഞാൻ വിളിച്ചാൽ മതിയോ? അതില്ല അദ്ദേഹം. ഓക്കെ. ഇലാ മൗഖിദിൽ അവ്വൽ കുബാലത്ത് വജിഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിദ്യാർത്ഥികളുടെ മക്കളെ പഠിപ്പിക്കാണ്, അതിന്റെ രോഗം പഠിപ്പിക്കാം. വിദ്യാർത്ഥി എന്നാണ് വിദ്യാർത്ഥി ഖബറിന്റെ ഫിസിക്സിന്റെ മാസ്റ്ററാണ്. لكل من حج أن يتوجه إلى زيارة رسول الله صلى الله عليه وسلم. فصل في زيارة قبر رسول الله صلى الله عليه وسلم وأذكارها. يعلم أنه ينبغي لكل من حج أن يتوجه إلى زيارة رسول الله صلى الله عليه وسلم سواء كان ذلك أو لم يكن، وإن كان قد أوصاه أحد بالسلام على رسول الله صلى الله عليه وسلم قال السلام أوصاه أحد. أوصاه أحد فاعل أو أنت فاعل لأنه جديد. قال السلام عليك يا رسول الله من فلان من فلان، ثم يتأخر قدر ذراع إلى جهة يمينه فيسلم على أبي بكر رضي الله عنه، ثم يتأخر ذراعا آخر فيسلم على عمر رضي الله عنهما، ثم يرجع إلى موقفه الأفضل قبالة وجه رسول الله صلى الله عليه وسلم فيقول അല്ല അപ്പൊ ജനതയുടെ ഫയൽ കഴിഞ്ഞോ? അല്ല തിരിഞ്ഞോ? ഇത് ഈ കിതാബ് അപ്പോ അല്ല അല്ല അപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആള് إلى موقف الأول صلى الله عليه وسلم ويتوسل به في حق نفسه. നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ അയാളുടെ കാര്യത്തിന് വേണ്ടി റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കണം. റസൂലുള്ളാഹിനോട് അല്ലാഹുവിലേക്ക് ശുപാർശ തേടണം. ഇത് ശുപാർശ തേടണം എന്ന് പറഞ്ഞ ഭാഗം
ഈ ശിർക്കാണോ അല്ലയോ? മരിച്ചുപോയ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് തേടൽ കൊടുക്കാൻ പാടുണ്ടോ? അല്ല, അതല്ല, ചർച്ചതല്ല. നബിയോട് അല്ല, നമ്മൾ കാര്യം വെച്ചിട്ട് നബിയോട് ശഫാഅത്ത് തേടൽ അല്ല, കാര്യം വെച്ചില്ല. അല്ല, മോമനബിക്ക് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ വേറെ, ജീവിതത്തിൽ കഴിവുണ്ടോ ഇല്ലെന്ന് നമ്മൾ വേറെ ചിന്തിക്കാം. ശഫാഅത്ത് തേടൽ ചുരുക്കാണോ അല്ലേ? സിയാറത്ത് ചെയ്യുന്ന ആള് തവസ്സുലാക്കുകയും റസൂലുള്ളാഹിനോട് ഖബറിക്കെടുക്കുന്ന റസൂലുള്ളാഹിനോട് വഫാത്തായ റസൂലുള്ളാഹിനോട് ശുപാർശ തേടുകയും വേണം. ഇതാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഇതിനായിട്ടൊന്നും പറയാനുണ്ടോ? പറഞ്ഞോളൂ. അല്ല, വായിക്കാൻ പറഞ്ഞേ. അതെ, ഇത് ഈ ശുപാർശ തേടുകയും ഇല്ല എന്നാണോ അയാൾ വാദം? നിങ്ങളുണ്ടോ? അതുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങൾ ഈ മറ്റേ നമ്മുടെ അതായത് ഒരുപാട് ഭാഷകൾ ഒരുപാട് അതുപോലെ പറയല്ല. നിങ്ങൾ പറ, ഇതിലുണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞ വാചകത്തിൽ തെറ്റാണ് അർത്ഥം. പറയാൻ പറ്റില്ല. പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല പറ. ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണോ? പറ. തെറ്റുണ്ടോ? ഞാൻ അത്ര മറ്റേ തെറ്റുണ്ടോ? ഉണ്ടോ ഇല്ലയോ പറഞ്ഞാൽ അതിനൊരു പഴവും വേണ്ട. ഉണ്ടോ ഇല്ലയോ? മറ്റേ തെറ്റുണ്ടോ? പിന്നെ ഞാൻ അർത്ഥം ശഫാഅത്തെല്ലാം നമ്മൾ കിട്ടുന്നില്ല. അല്ല, എതിർക്കുന്നില്ല. ഈ ശഫാഅത്ത് തേടിയത് ഇവർക്കല്ല, എന്റെ മകനും ഇതൊക്കെ ഇവർക്കറിയാം. ഇവരോട് ചോദിച്ചാൽ മതി. തേടിയുണ്ട് ഞാൻ മാത്രം ചോദിക്കണം. ഇത്തിഹാസയാണോ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനോട് ശുപാർശ തേടൽ ശിർക്കാണോ അല്ലയോ? ഇതിന് നിങ്ങൾക്ക് എതിർത്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നുള്ളത് ചിർക്കാണെന്ന് മുജാഹിദ് പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് നിങ്ങൾ ഇപ്പം നിശ്ചയിക്കുന്നതാണോ? ഇതാണ് ഞങ്ങൾക്ക് സഹായത്തെ തരണം എന്ന് പറയാൻ പാടുള്ളൂ. അത് ഇതിൽ പറഞ്ഞ് എഴുതുന്നതോ അതുകൊണ്ട് അതല്ല, ഇത് റസൂലുള്ളാഹിക്ക് പ്രായത്തിനുള്ള അധികാരം കൊടുക്കാൻ വേണ്ടിയുള്ളതാണോ? റസൂലുള്ളാഹിക്ക് ശഫാഅത്ത് കൊടുക്കണം ഖിയാമത്ത് നാളിൽ. ചിന്താനം എടുക്കാൻ വേണ്ടി എന്നാണോ? അതാണ് ഞാനായിരിക്കണം ഒരാളെ ഉണ്ടാവും. അങ്ങനൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ സാധ്യത പറയുകയാണെങ്കിൽ അത് പദവിയിലേക്ക് അതാണല്ലോ. നിങ്ങൾ അതിന്റെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വായതോ? ക്യാൻസർ നേരായി പറയുന്നു. നിങ്ങൾ അതിനെ വിളിച്ചു വെച്ച് നിങ്ങളെ വിളിച്ചു വെച്ചു. നമ്മളൊക്കെ വരുന്നവരുടെ വിളിച്ചു ഞാൻ പറഞ്ഞില്ല. അല്ല, അത് ഞാൻ നിങ്ങളെ പറഞ്ഞ ഇതിന്റെ ഒരു മറുപടി പറയൂ. ഓക്കെ. അല്ല, 3 അറ്റാക്ക് അഞ്ചാറ് മാത്രമല്ലേ സംസാരിക്കുന്നത്. അവിടെ നല്ല പണ്ഡിതന്മാർ പറഞ്ഞത് ഇല്ല എന്ന് ഞങ്ങൾ ഇപ്പോൾ പറയുന്നത്. കാരണം അജ്മൽ എല്ലാ ആളെ വിളിച്ചു. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ലോ? ഉത്തരം പറയൂ. നിങ്ങൾ ഏതാ ഉത്തരം? എന്നോട് ഞാൻ പറഞ്ഞു. അജ്മലിനോട് പറഞ്ഞ ഉത്തരം എന്താ ഉത്തരം? പറയൂ. ഉത്തരം കിട്ടിയാൽ നിങ്ങൾ വേഗം എഴുതൂലേ? നമ്മൾ സാധാരണ പരീക്ഷ അങ്ങനെയല്ലേ? പിന്നെ ആലോചിക്കുമോ? പ്രവാചകന്റെ ശഫാഅത്തിനെ പിന്നെ എല്ലാ ശഫാഅത്തിനും ഞങ്ങൾ എതിർക്കുന്നില്ല. അതിൽ എതിർക്കുന്ന ശഫാഅത്തും അല്ല അത് ഇതിലല്ല. ഈ എന്റെ ചോദ്യം റസൂൽ തങ്ങളോട് വഫാത്തിന് ശേഷം ശുപാർശ തരണേ എന്ന് പറയല് നിങ്ങൾ എതിർക്കുന്ന ശുപാർശയല്ലേ? വഫാത്തായ പ്രവാചകനോട് ഖബറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എനിക്ക് ശുപാർശ ചെയ്യണേ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എതിർക്കുന്ന ശുപാർശല്ലേ? അതല്ലേ ഇത്? ഈ വാചകത്തിന് പിന്നെ
മറ്ററയിൽ വെച്ച് ആളുകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ശഫാഅത്തിന്റെ അധികാരം കൊടുക്കണം എന്നുള്ള പ്രാർത്ഥനയാണോ? അതാണോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ അംഗീകരിച്ചു, ഞാൻ അംഗീകരിക്കാത്ത നിങ്ങൾ അംഗീകരിച്ചു. അംഗീകരിച്ചില്ല. നിങ്ങൾ പ്രസ്ഥാനം അംഗീകരിക്കുന്നില്ല, നിങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ. ഇത് ഇതാണുള്ളത് ഉദർമയെന്നാണ്. ഹിദായത്താണ്. അതെ, ചോദിച്ചത് കിതാബ് ഫുള്ള് കുറച്ചുണ്ടല്ലോ, ഫുള്ള് എടുത്ത് കൊടുക്കാം. ഉണ്ടാവുമല്ലോ. അല്ല, അതിന് മുമ്പേ നോക്കി പറയാലോ. ഉദ്ധരണിയാണെങ്കിൽ ഉദ്ധരണിയാണെന്ന് തെളിയിക്കട്ടെ. എന്നിട്ടല്ല ആഴ്ചയല്ലേ നിങ്ങൾ തെളിയിച്ചിട്ട് അല്ല, ഇതിപ്പോ കിട്ടിയ ഉത്തരം പറയാൻ വേറെ അല്ലെങ്കിൽ അയാളെന്ത് പറയണ്ട, അയാൾ കിട്ടിയ ഉത്തരം കിട്ടിയിട്ടെന്താണ് എന്നാണ് കിട്ടിയ ഉത്തരം. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? മുപ്പര് പറയാം. അല്ല, ഉത്തരം പറയട്ടെ. ഞാൻ ഉത്തരം അറിഞ്ഞിട്ടില്ലെന്ന് പറയും. ഉത്തരം പറയാം. ഉത്തരം കിട്ടിയ ഉത്തരം ഉത്തരം പറയട്ടെ. എന്ത് കാര്യത്തിൽ എന്താണ് ഉത്തരം? ബിഹിനല്ലേ അത് പറഞ്ഞോട്ടാ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി തവസ്സിലാക്കുന്ന പരലോകത്ത് പോയിട്ട് ആക്കണമെന്നാണോ അല്ല ദുനിയാവിനാക്കണമെന്നാണോ? പരലോകത്താണെന്ന് അതിന്റെ വാക്ക് വായിച്ചു നടത്തണം. ഓരോന്ന് നിങ്ങൾ ഓരോന്നും പറയണം. നിങ്ങളെന്തായാലും മറുപടിയിലേക്ക് പ്രവേശിച്ച് നമ്മൾ നല്ല രൂപത്തിലാക്കാം. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം പറയാം. നിങ്ങൾ ഇങ്ങനെ പണിയെടുക്കണ്ട. ഇന്നലെ ഞാൻ പറയും ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയ ഉത്തരം കിട്ടിയത് ബിഹി എപ്പോ നമ്മുടെ പരലോകത്തുണ്ട്. അതിന്റെ പരലോകത്ത് തന്നെ വാക്കും വായിച്ച് അർത്ഥം വെക്കട്ടെ. പരലോകത്തെ ശഫാഅത്തിന് എന്തെന്നാ ഇപ്പൊ പറഞ്ഞു? ഇത് മരിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളെന്താ ഇപ്പൊ പറഞ്ഞു? അല്ല, ഒരു അപേക്ഷയുണ്ട്. ഇത് പിന്നെ ഞാനായിരുന്നു പറഞ്ഞത്, ഇങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല, ഇങ്ങനൊന്നും മറ്റൊരു പറയരുത്. അയാളായിട്ടുള്ള തർക്കം. അപ്പൊ നിങ്ങൾ പറയുന്ന അയാൾ പറയുന്നത് രണ്ടും ഒരേ കാര്യമാണോ, ഒരേ വാദമാണോ? അല്ലാതെ അയാൾ പറയട്ടെ. ഇപ്പൊ ക്യാമറ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അതേപോലെ പറയാൻ അയാൾ പറയട്ടെ. നമ്മൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇത്ര പ്രയാസമുള്ള വിദ്യാഭ്യാസം ഇതെന്താ നിങ്ങൾക്ക് വായിക്കാത്ത? പിന്നെന്താ നിങ്ങൾക്ക് എന്താ ഇതൊരു കള്ളക്കളിയില്ലല്ലോ. ഞാൻ നിങ്ങളോട് അന്ന് വെച്ചിട്ട് കളവ് പറയുന്നത് എന്നോട് 10 രൂപ കണ്ടിട്ടുണ്ടെന്ന് വെച്ച് ഞാൻ 10 രൂപത്തിന് പോയാൽ ഞാൻ അറിയില്ല. പിന്നെ 10 രൂപ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ആവർത്തിച്ചു കളവ് പറയരുത്. അപ്പൊ നിങ്ങൾ അന്ന് ഉത്തരം കിട്ടുന്ന പറയാൻ കളവായിരുന്നോ? എന്നാ ഈ ഉത്തരം ഒന്ന് പറ. ഈ ഭാഗത്ത് നിൽക്കേണ്ട ഉത്തരം എന്ത്? ഏത് വാചകത്തിന്റെ അർത്ഥമാണത്? അല്ല, മുമ്പ് അർത്ഥം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം അത് പരലോകത്തെ സംഭവമാണെന്ന് മുമ്പ് പറയുന്നത്. ഇപ്പൊ അപ്പൊ മരിച്ചു പരലോകത്തുനിന്ന് റസൂലുള്ളാഹി ചെയ്യുന്ന കാര്യമാണോ എന്താണ് പറയുന്നത്? ദുനിയാവിലുള്ളതാണോ? ഈ യഥാർത്ഥത്തിൽ പറയുന്നത് ദുനിയാവിലെ അല്ല ആശ്രയിക്കും. അതെ. ഞാനതിപ്പോ കച്ചി ചെയ്തത് അതുകൊണ്ട് ഞാൻ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളെക്കാളും വയസ്സിൽ കഥയുണ്ട്. അതുകൊണ്ട് പ്രശ്നം എനിക്കറിയാം. ചില ഉദ്ദേശം ഇതൊരു ബോർ പരിപാടി. അങ്ങനെ എന്തെങ്കിലും പറ. അല്ല, പറ്റോട്ടോ. ഉപരിക്കുന്നത് കാണിച്ചാലാ വിളിക്കാം. ഉത്തരവിട്ടതോടുകൂടി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാനല്ലായിരുന്നു പറഞ്ഞതെന്ന് പറയരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇതുവരെ നിങ്ങൾ പറഞ്ഞ അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല. ക്യാമറ
അല്ല ഇതിങ്ങനെ ഇവിടുത്തെ നിങ്ങളിൽ ഇങ്ങനെ ഓടുന്നുണ്ട് നിങ്ങൾ ഒന്നും ലേറ്റാക്കി വേറെ പ്രശ്നത്തിലേക്കും അതായത് ഉത്തരം കിട്ടിയിട്ട് വിളിച്ചാണല്ലോ ഉത്തരം കിട്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അതെ അയാൾക്ക് പറഞ്ഞല്ലോ ഇത് പരലോകത്താണല്ലോ അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞിട്ട് അതിനർത്ഥം വാക്കെന്ന് അർത്ഥം വെച്ചിട്ട് പറയല്ലോ. മുമ്പ് വായിക്കുന്ന അർത്ഥം നിങ്ങൾക്ക് എന്താ ഉത്തരം കിട്ടിയത്? ഞാൻ ഈ സംഭവമായിട്ട് മാഷെടുത്ത് വന്ന സമയത്ത് പിന്നെ പ്രിൻസിപ്പൾ വന്ന സമയത്ത് പ്രിൻസിപ്പൾ മറുപടി പറയുന്നവർ പിന്നെ ഞാന് പിന്നെ എനിക്ക് കിട്ടിയ മറുപടി പിന്നെ എനിക്ക് അറിയില്ല ഇതെവിടെയാണ് ഇത് ആര് എന്താ ചോദിക്കുന്നത്? ഈ അവിടെ പോയ വ്യക്തി ചോദിക്കണം എന്നല്ലേ ഞാൻ പറയുന്നത്? ഇന്നത് അർത്ഥം ഉണ്ടാവില്ല അറിഞ്ഞില്ലേ? പോയ ആള് അവിടുന്ന് റസൂലുള്ളാഹിന്റെ ശുപാർശ ചോദിക്കണം എന്നല്ലേ പറയുന്നത് അല്ലേ? അല്ല അതുകൊണ്ടാ പറഞ്ഞത് ചോദിക്കണം എന്നാണോ അല്ലെ ചുമത്തിലാക്കണം എന്നാണോ? ഇത് ആര് ചുമത്തിലാക്കണം എന്നാ പറഞ്ഞത്? വഫാത്തായ റസൂലുള്ളാഹിനെ ആര് ചുമത്തിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്? അവിടെ നിങ്ങൾ ഒരു അക്ഷരം പറയൂ. ആരാണ് 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 നിങ്ങളൊന്നും പറയൂ. ആര് ചുമത്തിലാക്കണം? നിങ്ങള് ഇത് അജിമനോട് പറയുന്നത് രസവും എന്നോട് പറയാനുണ്ടാകില്ല. ഇത് നിങ്ങളിപ്പോ അപ്പൊ ഇയാളൊരു മറുപടി അല്ല ഉമ്മറാണ് നമ്മൾ വിളിച്ചിരുത്തിയത്. ഇയാൾ പറയട്ടെ ഇയാൾ നമ്മളെ മറുപടി ഞാൻ മറുപടി കൊടുത്തതാണ്. വിളിച്ചു ഉപയോഗിക്കാറില്ല. നിങ്ങൾ പുറത്തു അല്ല ഒരു പ്രിൻസിപ്പാളെ നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി. അതുപോലെ ഒരു ഓഫീസിൽ നിങ്ങൾ മാന്യമായിട്ട് വിളിച്ചുകൊണ്ടോണ്ട് പ്രിൻസിപ്പാളെ ഞങ്ങളോട് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞു. അതിനുള്ള മറുപടി നിങ്ങൾ പറയണം. സാധാ മുജാഹിദുകളുടെ സ്വഭാവം നിങ്ങൾ കാണിച്ചാൽ പറ്റും. മുജാഹിദുകൾ അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ കാണിക്കും. നിങ്ങൾ ആ സ്വഭാവം കാണിക്കരുത്. ഒരു മാന്യമായിട്ട് ഒരു സ്ഥാപനത്തിൽ വിളിച്ചിരുത്തിയിട്ട് പ്രിൻസിപ്പാൾ ഞങ്ങളോട് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായി. അല്ല എന്തിനാണ് നിങ്ങൾ ഇപ്പൊ ഇറങ്ങി പോകേണ്ടി വന്നത്? ഇറങ്ങി പോകുന്നത് എന്തിനാ? അതെന്ന് പറഞ്ഞാല് ഞങ്ങൾ ഇറങ്ങി പോകുന്നത് എന്തിനാ? അല്ല ഞങ്ങൾ ഇറങ്ങി പോകുന്നത് എന്തിനാ? അതെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ? ഓക്കെ അല്ല അയാള് പറയട്ടെ. അയാൾ അങ്ങനെ നിർത്തേണ്ടോണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തുടർ ചർച്ചകളും ഈ സലഫിയിൽ ചർച്ച നടത്തിയ ഹിദായത്തുള്ള മൗലവി അതിന്റെ 2-ാം ദിവസം വീണ്ടും വിളിച്ചിട്ട് അൻസാർ മാസ്റ്റർ പറയുന്ന വിഷയം പറയുന്ന സ്ഥലത്ത് വെച്ച് പറയുന്ന സമയത്ത് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നുള്ള രൂപത്തിൽ ഇങ്ങോട്ട് വിളിച്ചു. അത് ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോ ഞാൻ ഉടനെ പറഞ്ഞു, ഈ ദിവസം അഥവാ 30/12/2009 അസറിന് ITC ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. ഏത് ഡേറ്റിലാണ് വിളിച്ചത്? 30/12/2009 അയാൾ വിളിച്ചത്. അതേ ഡേറ്റിൽ തന്നെ അസറിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ
10 മിനിറ്റ് കഴിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതാണ്. അതെ, ഞങ്ങൾ എന്തായാലും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ അയാൾ ഫോൺ വെച്ച്. ഹലോ, പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞു തീരുമ്പോക്കല്ലേ അല്ല, നിങ്ങൾ എനിക്ക് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. പറഞ്ഞോ. പിന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന് പ്രശ്നമില്ല. നിങ്ങൾ പറയുന്ന ഞാൻ പറയുന്ന ഡേറ്റ്, ഞാൻ പറയുന്ന സ്ഥലം, ഈ 5 ചോദ്യം 5 ചോദ്യം ഞാൻ അവിടെ തരും. പിന്നെ സംസാരിച്ച് വലിച്ചു നീട്ടരുത്. അതിന് ഉത്തരം എന്റെ മുന്നിൽ തരുമോ? എഴുതി തരും. ഓക്കെ, എഴുതി തന്നോളൂ. എഴുതി തന്നെ തരണം. അത് എഴുതാൻ എന്താ ഉത്തരം എഴുതിക്കൂടെ? എങ്ങനെ എഴുതി തന്നെ തരണം. കാരണം 7 ചോദ്യം തന്നാ 7 മറുപടി പറയാൻ നിങ്ങൾക്കാവുമെന്ന് ഞാൻ നോക്കട്ടെ. ആയിക്കോട്ടെ, എഴുതി തരുമോ? എന്നിട്ട് പറയും ഡേറ്റും സമയവും സ്ഥലവും പറഞ്ഞു. ഓക്കെ, ഞാൻ ഇന്ന് തയ്യാറാണ്. IPC ഇംഗ്ലീഷ് സ്കൂൾ പയ്യോളി. അസറിന് ശേഷം ഒരു കാര്യം ചെയ്യും. പിന്നെ നിങ്ങൾ പറഞ്ഞ അത് ഞാൻ പറയുന്ന സ്ഥലം, ഞാൻ പറയുന്ന ഡേറ്റ്, ഞാൻ പറയുന്ന ഇത് എനിക്കോട്ടെ. എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഈ 5 ചോദ്യത്തും വായിച്ചുത്തരം എഴുതി തരണം. വന്നോളൂ. എപ്പം വരൂ? അസറിന് മൗലവി വരും. എങ്ങനെ? അസറിന് മൗലവി IPCയിലെത്തും. ഞാൻ തിങ്കളാഴ്ച എത്തിയോളെത്തും. ഇല്ല, അസറിന് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് വിളിച്ചു പറഞ്ഞുതരാം. നിങ്ങൾ പിന്നെ മറ്റേ വർത്താനം പറയണ്ടല്ലോ. ഞാൻ പറയുന്ന ഡേറ്റ് നിങ്ങൾ മൗലവി നിങ്ങൾക്ക് 10 മിനിറ്റ് നിങ്ങൾ വിളിച്ച് പറയും. ഞാൻ പറയാം, ഇത് ആദ്യം കേട്ടോളൂ, ഇത് റെക്കോർഡുണ്ട്, നിങ്ങൾക്ക് മാറ്റാനാവില്ല. IPC അതെ, അല്ലാണ്ട് നിങ്ങൾ വിളിച്ചിട്ട് എനിക്ക് എന്താ പോയിട്ടും ചെയ്യണം. IPC ഇംഗ്ലീഷ് സ്കൂൾ പയ്യോളി 4 മണി സമയം. വീഡിയോഗ്രാഫർ ഉണ്ടാവും, അൻസാർ മാഷും മറ്റു പലരും ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഈ 5 ചോദ്യം തരും. നമ്മൾ പ്രിന്റ് ചെയ്ത് പണ്ടേ ചർച്ച വരുന്ന 5 ചോദ്യം ഉണ്ടല്ലോ, 5 ചോദ്യം ഞങ്ങളെ മുന്നിൽ എഴുതി ഇങ്ങി തരിക. എന്നിട്ട് നിങ്ങൾ ഈ ഭാരത്തിന്റെ അർത്ഥം എന്തെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്നേരം പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓണം തിരിഞ്ഞു പോവാം. എന്നിട്ട് ഒരു കാര്യം പറയാം. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ചോദ്യം എന്നാണ് അയാൾ തുടങ്ങിയത്. ഞാൻ പറഞ്ഞപ്പോൾ ഈ 5 ചോദ്യം ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ 3 മാസമായിട്ടും ഉത്തരം തരാതെയുള്ള ഈ 5 ചോദ്യം ഞാൻ കാറ്റിൽ വിടണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു സംവാദത്തിലേക്ക് വിട്ടോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ചോദ്യം വേറെ ആവശ്യമില്ലല്ലോ. ഞാൻ അവിടെ തന്നെ വ്യവസ്ഥയും പറഞ്ഞു. അങ്ങനെ ചുരുക്കത്തിൽ, അത് വിശദമായിട്ട് എന്റെ ഫോൺ ഭാഷ ഇതിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ചുരുക്കത്തിൽ അയാള് അൽഹിദായ കോളേജിൽ വെച്ച് ഒരു വ്യവസ്ഥ എഴുതാൻ വേണ്ടി വരാമെന്ന് പറയുകയും 15 വീതം ആൾക്കാരുണ്ടാവുമെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് ഞാൻ വീഡിയോഗ്രാഫറെ ബുക്ക് ചെയ്യുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഫോൺ ഓഫാക്കി കളയുകയും ഏതോ ഒരാളെ കൊണ്ട് തിരിച്ച് ഹിദായത്തുള്ള പോലെ വരില്ല എന്ന് വിളിച്ചറിയിക്കുകയും ചെയ്തു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് തന്റേടമില്ല, ചർച്ച ചെയ്യാൻ തന്റേടമില്ല. പിന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഒഴിവായാൽ അവർക്ക് അത് പറയാമായിരുന്നു എന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. ചർച്ചയ്ക്ക് അവർ തയ്യാറായിരുന്നെങ്കിൽ അവർ എന്തേ വരുമായിരുന്നല്ലോ. അത് നിങ്ങൾക്ക് ആ സംഭാഷണം ഈ ഫോണിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോ. നമ്മളെ ചോദ്യം ഇതാണ്. നിങ്ങളെ ചോദ്യമല്ല. ആദ്യം ഞാനൊരു ചോദ്യം എഴുതി പ്രിന്റ് ചെയ്ത് തന്നിട്ട് മാസങ്ങളായല്ലോ. അല്ല, നിങ്ങളിപ്പോ പുതിയ ഞാനിപ്പോ ആവശ്യപ്പെടുന്നത് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ സംവാദത്തിൽ ആരാണെന്നാണ് പറഞ്ഞത്. സംവാദത്തിന് തയ്യാറാണ്. അതെ, അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യില്ല മൗലവി, 5 ചോദ്യം ഇപ്പൊ ഞാളെന്താക്കണോ, കാറ്റിൽ വിടണോ? 5 ചോദ്യം കാറ്റിൽ വിടണ്ട, സംവാദത്തിലേക്ക് വിട്ടോ. അതെ, സംഭവത്തിന്. അതെ, ഞാൻ അതായിരിക്കുന്നത്. നമ്മൾ ഇതുവരെ വന്ന ഒരു ചർച്ച ഉണ്ടല്ലോ, ആ ചർച്ചയുടെ തുടർച്ചയായി പരിസമാപ്തിക്കാൻ നിനക്ക് ഒരു സംവാദം സംഘടിപ്പിക്കാം നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഞാൻ ഇന്ന് തന്നെ തയ്യാറാണ്. ഇന്ന് നിങ്ങൾ വന്നോ? എഴുതിയിട്ടേ ഉള്ളൂ, എഴുതാത്തൊരു പരിപാടിക്കില്ല. അല്ല, എങ്ങനെ എഴുതുന്ന നിയമങ്ങളും ചട്ടങ്ങളും എഴുതണം. ചട്ടങ്ങൾ നിങ്ങൾ പറഞ്ഞ ആൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇത് വെക്കാം. ഇത്ര ആളുണ്ടാവും, പിന്നെ ഇത്ര മനുഷ്യന്മാരുണ്ടാവും, ഇന്ന അല്ല സുഹൃത്തെ, നിങ്ങൾ ആര് വേണമെങ്കിൽ കൊണ്ടുവന്നോ? ഞങ്ങൾക്കത് അറിയാം നിങ്ങൾ ആയത് പണ്ഡിതൻ. അല്ല, എത്ര ആളുണ്ടാവും, എങ്ങനെ ആയിരിക്കണം എന്നുള്ള സാധാരണ എഴുതുന്ന ഞങ്ങളൊരു 10 ആളുണ്ടാവും. നിങ്ങൾ എത്ര ആളുണ്ടാവും? നിങ്ങൾ 5 ആൾ കൊണ്ടുവന്നോ? 5 ആളുണ്ടോ?
അല്ല എഴുതണം. അല്ല എഴുതാൻ ഇത് നമുക്കിപ്പോ ഒരു രേഖക്കല്ല എഴുതുന്നത്. ഇത് നമുക്ക് രേഖ ഏത് രേഖയൊക്കെ? ഈ ടെലിഫോൺ സംഭാഷണം നമ്മൾ അന്നൊരു ടെലിഫോൺ സംഭാഷണമാണല്ലോ രേഖയായി. ആ അപ്പോ 15 ഞാനുണ്ടാവും, നിങ്ങൾ 5 ആള്. അത് പറ്റല്ലേ ഞങ്ങൾക്ക് മുദ്ര പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് അടക്കേണ്ടത്? സാധാരണ കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ള സംഭാഷണമാണ്. കേരളത്തിൽ സാധാരണ നടക്കുന്ന സംഭാഷണം എന്ന് വെച്ചാൽ നമുക്ക് വിഷയം 5 ചോദ്യം തന്നിട്ട് 3 മുറായിട്ട് ഒരു മറുപടി പറയാം. നിങ്ങൾക്ക് ഒരല്പം ലജ്ജ വേണ്ട ചോദിക്കുന്നതിന്. നിങ്ങൾ ആ മറുപടി എഴുതി തരൂ. എന്നിട്ട് നിങ്ങൾക്ക് 5 ചോദ്യം ഞാൻ തന്നിട്ട് ഇതുവരെ നിങ്ങളൊരു മറുപടി പറയാനും അതിന് എഴുതി തരാനായില്ല. 3 പ്രാവശ്യം ഞങ്ങൾ ഒന്നു. 3ാമത്തെ പ്രാവശ്യം കേരളത്തിൽ ഇല്ലാത്തവരും നിങ്ങൾ നെറുകേട് കാണിച്ചു എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. തോറ്റാച്ച ഇറങ്ങിപ്പോയ നിങ്ങളെ ആദ്യം എഴുതേണ്ട എന്താണോ? നിങ്ങൾ ആദ്യം എഴുതണ്ടേ ഞങ്ങള് അതെല്ലാം നിങ്ങളെ വ്യാഖ്യാനങ്ങൾ ന്യായീകരണം. നമ്മളെന്നാ ഒരു കാര്യം ചെയ്യാം. ആ സംഭാഷണം നടന്ന തീരെ വെച്ചിട്ട് നമ്മൾ നിങ്ങൾ അഞ്ഞക്കുളം സ്ഥലത്ത് പരസ്യമായിട്ട് ആ തീരെ വെച്ചിട്ട് നിങ്ങൾ ചെയ്തതോ ഞാൻ ചെയ്തോ ശരിയെന്ന് നമ്മളിപ്പോ ഒരു പരവേദിയിൽ വെച്ചിട്ട് നിങ്ങൾ ഇരിക്കുമോ എന്നോടി മഞ്ഞക്കുളം ഇരിക്കുമോ? എന്നിട്ട് നമുക്ക് സീരിയൽ പ്രദർശിപ്പിക്കാം. അല്ല അത് തന്നെ വിഷയം. അത് തന്നെ വിഷയം. അത് തന്നെ വിഷയത്തിനൊരു മാറ്റമില്ലല്ലോ. വിഷയം പണ്ടേ ഉള്ള വിഷയം തന്നെ. നമ്മൾ സംസാരിച്ച വിഷയം, നമ്മളിപ്പോ സംസാരിച്ച വിഷയത്തില് നിങ്ങൾ 3 പ്രാവശ്യം മറുപടി ഇല്ലേ? നിങ്ങൾ 3ാമത്തെ പ്രാവശ്യം മറുപടി പറഞ്ഞാലേ വ്യക്തമായിട്ട് പറഞ്ഞാലേ ഇല്ല. നിങ്ങൾ പറഞ്ഞാൽ ഇബാറത്ത് വായിച്ചു പറയണ്ടേ? എന്നാ നിങ്ങൾക്ക് കുൽഹു അല്ലാഹു ഓതിയിട്ട് പറഞ്ഞാൽ പോലെ സ്ത്രീ ഭാഗത്ത് സുന്നത്താണ്. അതുപോലെ ഔദുബിറബിൽ അല്ല മൗലവി നിങ്ങൾ ഒന്നുകൂടെ വ്യക്തമായി പറയാം. കേരളത്തിൽ നടക്കുന്നത് പോലെ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഞാനും തയ്യാറാണ്. അതിന് പിന്നെ നിയമങ്ങൾ ഞങ്ങൾ എഴുതണം. നിങ്ങൾ ഇന്ന് വന്നു നിയമം ചട്ടം IPC ഇന്ന് അസറിന് എഴുതാം. നിയമം ചട്ടം എഴുതാം. നിങ്ങൾ ആരെല്ലാം ഉണ്ടാവുക? എത്ര ആളുണ്ടാവും? ഞാന് IPC തന്നെ എഴുതണല്ലേ? അത് അങ്ങനെ നിങ്ങൾ പറഞ്ഞാമല്ലോ. എന്റെ ഞാൻ പറയുന്നതല്ല. നിങ്ങളുടെ സ്ഥലത്ത് പോയാൽ ഞാൻ ഇറക്കി വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് വിളിക്കുക. നിങ്ങൾക്ക് എന്താ നിങ്ങൾ അത്ര വലിയ വിദ്യ? സംവാദം നടക്കേണ്ട തീയതിയും ഡേറ്റാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അല്ല നിയമങ്ങൾ ചട്ടങ്ങൾ എഴുതുന്ന നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആയിക്കോട്ടെ. നിങ്ങൾ IPC വാ. ഒരു കാര്യം ഞങ്ങൾ വീട്ടിലേക്ക് വരാം. മണിയൂരേക്ക് എന്താന്ന് ഞാൻ പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ വരാന്ന് പറഞ്ഞു. അതിപ്പം റെക്കോർഡുണ്ട്. അത് ഞാൻ വെക്കൂ. ആദ്യം റോഡുണ്ട്. ഞാനെന്താ സംവാദം എവിടെ നടക്കണം, ഏത് തീയതിക്ക് നടക്കണം, ഏത് സമയത്ത് നടക്കണം? അല്ല എന്റെ വീട്ടിൽ ഞങ്ങൾ ഓക്കെ. എത്ര നിങ്ങളിപ്പം വരൂ? എന്റെ വീട്ടിൽ വെച്ച് പറ്റൂല. വീട്ടില് നമ്മള് കുടലുള്ളതല്ലേ. നമുക്കൊരു പൊതു ഏരിയാക്കാം. പയ്യോളി IPC സ്കൂൾ അതല്ലേ ഒരു പൊതു ഏരി. അതല്ലേ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും പയ്യോളി IP സ്കൂളിൽ അല്ല. ഇനിയിപ്പോ പയ്യോളി IPC അല്ലെ അൽഹിദായ പറഞ്ഞൊരു സ്കൂളുണ്ട്. അവിടെ വന്നോ? എവിടെയാണ് അത്? പയ്യോളി തന്നെ. പയ്യോളി വിളിച്ചാൽ മതി. പയ്യോളി എത്തിയിട്ട് നിങ്ങൾ റിയാ ട്രാവൽസിന് അന്വേഷിച്ചാൽ മതി. പയ്യോളി ടൗണില്. അപ്പൊ നിങ്ങൾ എത്ര വരൂ? ഞാന് ഇവിടുന്ന് അസർ നിസ്കാരം കഴിഞ്ഞ് വരും. ഒരു 5 മണിയാകുമ്പോ നിങ്ങൾ എത്ര ആവും? ആളെ കണക്കത്തിന് പിന്നെ എടുക്കുന്ന അല്ല ഞങ്ങളും ആളുണ്ടാവും. അതാണ് കുറെ ആളുണ്ടാവും. നിയമങ്ങളും ചട്ടങ്ങളും എഴുതാൻ മാത്രമാണ് വരുന്നത്. അതെ ഞങ്ങൾ കുറെ ആളുണ്ടാവും. അത് ഞങ്ങൾക്ക് പിടിക്കണല്ലോ. നിങ്ങൾ നിയമവും ചട്ടവും ജനങ്ങളൊന്നും അറിയിക്കണോ? ഞങ്ങൾ കുറെ ആളുണ്ടാവും. ആയിക്കോട്ടെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അന്നേരം നമ്മളെ ഇതുവരെ സംസാരിച്ച സംസാരവും പിന്നെ നമ്മളെ ചോദ്യവും അവിടെ നിയമവും ചട്ടം വരും. എങ്ങനെ വരുന്നത്? അല്ല നിയമവും ചട്ടം നമ്മൾ ഇന്ന വിഷയം എന്നൊക്കെ പറയുമല്ലോ. ഇന്ന വിഷയം നമ്മൾ ഇതുവരെ സംസാരിച്ചതും അതിന് സാക്ഷിയായ ഷമീദും അതിന് സാക്ഷിയായ കുട്ടികൾക്കും അവിടെ ഉണ്ടാവും. അതൊക്കെ അവരെ കാര്യങ്ങൾ പറയും. എന്റെ ചോദ്യം ഞാൻ അവിടെ ആവർത്തിക്കും. അതിനും നിങ്ങൾ നടന്നത് ഞാൻ അവിടെ പറയും. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ റെക്കോർഡ് പരിശോധിക്കും. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞതെന്നും എന്താ പറഞ്ഞിട്ടില്ലാത്തതെന്നും എന്നോട് ആദ്യം നിങ്ങൾ പറഞ്ഞതും അതൊക്കെ പരിശോധിക്കപ്പെടും. ചോദ്യം എന്തായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കും. അല്ല ചോദ്യം എല്ലാം പറയുന്നത് അവിടെ ചർച്ച അവർ പറഞ്ഞത്. എന്തിനാ ചർച്ച വരുന്നത്? അല്ല എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ എത്ര മണിക്ക് എത്തും? സമയം കൃത്യമായിട്ട് പറയാം. ഒരു കാവണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടായ പ്രശ്നം നിങ്ങൾ പറഞ്ഞോ സമയം? അല്ല നിയമങ്ങളും ചട്ടങ്ങൾ എഴുതാൻ വന്ന നിങ്ങൾ കച്ചറ നിയമവും ചട്ടവും എന്ന് വെച്ചാൽ വ്യവസ്ഥയ്ക്ക് വിഷയം ഉണ്ടാവൂലേ? വിഷയം നമ്മൾ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഒന്ന് പരിശോധിക്കേണ്ടി വരൂലേ?
സംഭവത്തിലേക്ക് കിട്ടണം. അതെ അത് എന്താണ് ചർച്ച എന്നറിയാണ്ട് ഇവരെന്ത് എന്ത് എന്ത് ദൈവം ചേട്ടോ നമ്മൾ എഴുതുക ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ല ഏതെങ്കിലും വിഷയം ഞാൻ ചോദിച്ച 5 ചോദ്യം തന്നെ അതിലല്ലേ നിങ്ങള് എന്ത് ഞാൻ എഴുതി തന്ന 5 ചോദ്യത്തിൽ ചർച്ചയ്ക്കല്ല നിങ്ങളുള്ളത്. നിങ്ങൾ ചർച്ചയ്ക്ക് അതെ ആ വിഷയം 5 ചോദ്യം ആ വിഷയം എങ്ങനെ ചർച്ച ചെയ്യാം അത് ഓക്കെ നിങ്ങൾ വന്നോളൂ. അപ്പൊ ഞാൻ തന്നായ ക്വസ്റ്റ്യനും തരണം. എന്നിട്ട് നമ്മൾ വീഡിയോ ഇന്നലെ പിടിച്ച വീഡിയോ ഞാൻ പിടിച്ച വീഡിയോ നമുക്ക് അവിടെ നിങ്ങൾ എന്തെങ്കിലും വാക്ക് മാറുന്നതാണെങ്കിൽ നമ്മൾ അന്നേരം വീഡിയോ ഒക്കെ വെക്കും. നമ്മൾ എന്തെങ്കിലും വാക്ക് മാറുന്നു ഓക്കെ വ്യവസ്ഥ ചെയ്താൽ മാത്രമേ നമ്മൾ അതെ നിങ്ങൾ എത്ര ആളെ വരും വേറെ സംസാരത്തിനൊന്നും ഞാൻ വരും. വ്യവസ്ഥ എഴുതാന്ന് പറഞ്ഞാൽ വ്യവസ്ഥ സാധാരണ കേരളത്തിലുള്ള വ്യവസ്ഥ വലിയ 8-9 മണിക്കൂർ നാലുണ്ട്. അപ്പൊ സംസാരം ആവലുണ്ട്. വ്യവസ്ഥ നേരം നിങ്ങൾ വന്ന് ഇന്ന് ചോദ്യം ഇന്ന് ഉത്തരം അങ്ങനെയല്ലല്ലോ. വ്യവസ്ഥ അങ്ങോട്ട് ചർച്ച ഉണ്ടാവല്ലോ. അപ്പൊ ആ ചർച്ചയൊക്കെ പ്രതീക്ഷിച്ച് വന്നോ. വിളിച്ചു പറഞ്ഞ ആള് ആരാണെന്ന് തിരിച്ചങ്ങോട്ട് വിളിച്ചപ്പോ ഞാനൊരു നാട്ടുകാരനാണെന്നും എന്നോട് ഈ ഹിദായത്തുള്ള മൗലവി പോകുമ്പോൾ ഏൽപ്പിച്ചതാണെന്നും പറഞ്ഞു. അത് ഇതിൽ ഞാൻ നിങ്ങൾക്ക് ആ റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഹലോ, വിളിക്കുന്നത്. ഇന്ന് അൽ ഹിദായയിലേക്ക് ഹിദായത്തുള്ളയും പാർട്ടിയും വരാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് വരില്ല എന്ന് ഈ നമ്പറിൽ ഇങ്ങോട്ട് വിളിച്ചു. എന്നോട് പറഞ്ഞു തരുന്നു മൂപ്പര് പുറത്ത് പോകുമ്പോ. അപ്പൊ അത് ആണോ അല്ലയോ എന്നുള്ളത് അറിയാമായിരുന്നു. അപ്പൊ ആ നമ്പറിൽ മൂപ്പര് നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ശരി, മൂപ്പര് പറഞ്ഞിരുന്നു എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞു പറഞ്ഞു. സത്യം ആണല്ലേ? ഇത് ഞാൻ ഇവിടെ ഒരു നാട്ടുകാരനാ. അത് ശരിയാ, മൂപ്പര് പറഞ്ഞ് ഏൽപ്പിച്ചതാ അല്ലേ? ആയിക്കോട്ടെ, ശരി. മീഡിയയുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ പരാമർശം കൂടെ അതെ, എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അതാണ്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൗലവി വിളിക്കുകയും അപ്പൊ ഞാൻ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ഉണ്ടായിരിക്കും, അതിന് എനിക്ക് സാവകാശം വേണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതെങ്ങനെങ്കിലും സംഘടിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രൊഫഷണൽ വീഡിയോഗ്രാഫറെയും കൊണ്ട് അയാളുടെ ക്ഷണപ്രകാരം പോയി. അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയ മൗലവി അതിനെ ആദ്യം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടെലിഫോൺ സംഭാഷണം വെച്ച് സ്ഥിരീകരിക്കുകയും അയാൾ ആവർത്തിച്ച് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ 1 മണിക്കൂറിന്റെ അടുത്ത് ഞങ്ങൾ സംസാരിക്കുകയും സംസാരത്തിൽ അവർ പൂർണ്ണമായും പരാജയപ്പെടുകയും ചെയ്തതിന് ശേഷം അവർ കേരളത്തിൽ തുല്യതയില്ലാത്ത വിധം അവർ എന്നോട് അപമര്യാദമായി പെരുമാറി. ഞാൻ അവിടെ അതിക്രമിച്ചു കയറിയതാണെന്ന് പറഞ്ഞ് പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ ഞാൻ SIയോട് 10 മണിക്ക് വരാമെന്ന് പറയുകയും ആ സംഭവം ഞാൻ ചോദിച്ചു ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അവർ വിളിച്ചു വരുത്തിയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. അത് പ്രധാനം ഇത്രയും നെറികേട് എന്നോട് കാണിച്ചത് എനിക്ക് വ്യക്തിപരമായ ഒരു മനുഷ്യത്വപരമായ ഒരു ദേഷ്യം ഞാൻ അവരോട് അറിയിക്കുകയും ചെയ്തു. അവർ എന്നോട് ആവശ്യപ്പെട്ടത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. ഇവർ അവിടെ നാണം കെട്ട് പരാജയപ്പെട്ടത് ജനങ്ങൾ അറിയരുത്, അതുകൊണ്ട് CD അത് പ്രദർശിപ്പിക്കരുത്, അത് പുറത്ത് പ്രചരിപ്പിക്കരുത്. പക്ഷേ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് CD കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ അന്നും CD പ്രചരിപ്പിച്ചിട്ടില്ല, എനിക്കതിന്റെ ജോലിയല്ല. ഞാൻ എന്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. CD പ്രചരിപ്പിക്കൽ ഇന്നും എന്റെ ജോലിയല്ല. പക്ഷെ ഇവരെ ഈ കളവുകൾ പറഞ്ഞ് ഈ മുസ്ലിം ബഹുജനങ്ങളെ ഇവർ വഞ്ചിക്കുന്നത് ജനങ്ങൾ അറിയണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ്.